വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ ലഹരി വ്യാപനം ചെറുക്കാൻ നാടെങ്ങും വലവിരിച്ച് പോലീസ്. സംസ്ഥാനത്തെ ക്യാമ്പസുകളിലെ ലഹരി വ്യാപനം തടയാൻ തിരക്കിട്ട ശ്രമങ്ങളിലാണ് പോലീസ്. എറണാകുളം കാക്കനാട്ടെയും കുസാറ്റിലെയും ഹോസ്റ്റലുകളിൽ ഇന്നലെ രാത്രി റെയ്ഡ് നടത്തി. കഞ്ചാവുമായി ഒരു വിദ്യാർത്ഥി പിടിയിലായി. കൊല്ലം സ്വദേശി സെയ്ദ് അലിയാണ് പിടിയിലായത്. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വിൽപ്പന കൂട്ടുകച്ചവടമെന്ന് പോലീസ്. കളമശ്ശേരി കഞ്ചാവ് കേസിൽ റിമാൻഡിലായ പ്രതിക്കായി പോലീസ് വരും ദിവസങ്ങളിൽ കസ്റ്റഡി അപേക്ഷ നൽകും. കൊല്ലം സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥിയാണ് കേസിലെ പ്രധാനിയെന്നാണ് അറസ്റ്റിലായ ആഷിഖ്, ഷാരിഖ് എന്നിവരുടെ മൊഴിയനുസരിച്ച് പോലീസ് വ്യക്തമാക്കുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മുടെ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ, ഹോസ്റ്റലുകളിൽ ഒക്കെ ഇത്തരത്തിൽ വലിയ ലഹരി വേട്ടയുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിലാണ് എക്സൈസും പോലീസും ഒക്കെ. ഏത് രീതിയിലായിരുന്നു ഇന്നലത്തെ പരിശോധന? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ പോലീസ് ഇതിനു വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. പോളിടെക്നിക്കിലെ പരിശോധനയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. കാരണം നേരത്തെ പ്രിൻസിപ്പൽ അടക്കം പോളിടെക്നിക്കിൽ നിന്ന് പരാതി ലഭിക്കുകയും അന്വേഷണം വേണമെന്നെല്ലാം തന്നെ പറയുകയും പോലീസിൻ്റെ ഒരു നിരീക്ഷണം അപ്പോൾ തന്നെ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. അത് പരിശോധനകൾക്ക് ശേഷം അവർക്ക് ലഭിച്ച വിവരങ്ങളെല്ലാം തന്നെ ആധികാരികമാണെന്ന് അവർക്ക് വ്യക്തമാകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഒരു സമഗ്രമായ രീതിയിലേക്ക് പരിശോധനകളിലേക്ക് പോകാൻ തീരുമാനിച്ചത്. കളമശ്ശേരിയിൽ ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം വലിയ രീതിയിൽ ഇവിടെ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇവർക്കിടയിലേക്കുള്ളൊരു വ്യാപനം, ഇവർക്കിടയിൽ ഒരു ചങ്ങല ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷെ അത് വിദ്യാർത്ഥികളിലേക്ക് ഇത്ര കണ്ട് നീങ്ങിയിട്ടുണ്ട്, ഇത്ര കണ്ട് ആഴത്തിലായിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരിശോധനകളിലേക്ക് അടക്കം പോകാനായിട്ട് പോലീസ് തീരുമാനിക്കുകയും ചെയ്യുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ നിരീക്ഷണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിരുന്നു. ഇതോടൊപ്പം ഈ ഔദ്യോഗികമായ ഈ ഹോസ്റ്റൽ സംവിധാനങ്ങളുണ്ട്. ഇതിനപ്പുറത്തേക്ക് കളമശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട്, കാരണം അവിടെ വലിയ രീതിയിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരിടമാണ്, പ്രത്യേകിച്ച് കൊച്ചി സർവകലാശാല, അതോടൊപ്പം തന്നെ മറ്റ് IT-യും പോളിടെക്നിക്കും, അതോടൊപ്പം മറ്റ് കോളേജ് സംവിധാനങ്ങളെല്ലാം തന്നെ ഈ മേഖലയിലുണ്ട്. അപ്പോൾ നിരവധിയായ ഹോസ്റ്റലുകൾ, സ്വകാര്യ ഹോസ്റ്റലുകൾ അടക്കം ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്ക് കൂടി അവരുടെ ഒരു നിരീക്ഷണത്തിൻ്റെ ഒരു റഡാറിലേക്ക് ഇവയെല്ലാം എത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് നിശ്ചയിച്ചത്. ഇത് പ്രകാരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയത്. കുസാറ്റ് പരിസരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധനയിലുണ്ടായിരുന്നത്. ഇതിൽ ചില വിവരങ്ങൾ വരുന്നത് ഇതിൽ ചില വിദ്യാർത്ഥികളിൽ നിന്ന് അതിൽ അളവിൽ കുറഞ്ഞ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി പിടിയിലായത് ഭാരത് മാതാ കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഇയാളിൽ നിന്ന് 2 ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത്. പോലീസ് ഇതിൽ സ്റ്റേഷൻ ജാമ്യത്തിലടക്കം വിടാനുള്ള അത്രമാത്രമാണ് കൈവശം വെച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥയ്ക്ക് കുറവില്ല. കാരണം വിദ്യാർത്ഥികളിലേക്ക് ഈ രീതിയിലേക്കെല്ലാം തന്നെ കഞ്ചാവ് വരുന്നു, അവരുടെ കൈവശം ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് അത് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഇത് നമുക്കറിയാം, പലപ്പോഴും ഈ പുകവലിക്കുന്ന സ്വഭാവത്തിലേക്ക് നീങ്ങുന്ന പലരും തന്നെയുണ്ട്. ഇവരുടെ കൈവശം നോക്കുമ്പോൾ ഇത്തരം ഈ സിഗരറ്റോ ബീഡിയോ എല്ലാം തന്നെ കാണുന്ന അവസ്ഥയുണ്ട്. ആ രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറുന്നു എന്നത് അങ്ങനെ അങ്ങ് ഗൗരവം കുറച്ച് കാണാൻ കഴിയുന്നൊരു അവസ്ഥയല്ല. അത് ലഹരി വസ്തുക്കൾ അവരുടെ കയ്യിൽ തന്നെ കൊണ്ടു നടക്കുന്നു എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വരുന്നു. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത്. കാരണം ഇതിൻ്റെ അളവ് സുലഭമാകുന്നു, ഇതിൻ്റെ ലഭ്യത സുലഭമാകുന്നു എന്നതാണ്. അപ്പോൾ ഇത് ഈ രീതിയിലേക്ക് വിദ്യാർത്ഥികളിലേക്ക്, അവരുടെ ഹോസ്റ്റൽ മുറികളിലേക്ക് അടക്കം എത്തുന്നു, അവരുടെ കൈകളിൽ കൊണ്ട് നടക്കാവുന്ന രീതിയിലേക്കെല്ലാം തന്നെ വരുന്നു. അതുകൊണ്ട് പരിശോധനകൾ ഇന്നലെ കർശനമായിട്ട് നടന്നു. ഇന്നലെ രാത്രിയായിരുന്നു കൂടുതൽ പരിശോധനകൾ കുസാറ്റ് പരിസരത്തെ മറ്റ് ഹോസ്റ്റലിടങ്ങളിലെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നത്. ഈ പരിശോധനകൾ തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം ഈ പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നവരിൽ ഇവരിൽ നിന്നെല്ലാം തന്നെ വിശദാംശങ്ങൾ എടുത്തിട്ടുണ്ട്. അവരിലേക്ക് കഞ്ചാവ് എത്തുന്ന ശൃംഖല അത് അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾക്കടക്കം ഇതിൽ പങ്കുണ്ട് എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ വിദ്യാർത്ഥികൾ അതിനകത്ത്, ഈ ഹോസ്റ്റൽ മുറിക്കകത്തുള്ള ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവരെല്ലാം ഒറ്റക്കെട്ട് എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇതിൽ ഒരു രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിനപ്പുറം അവരൊരു ഗ്യാങ്ങായി നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. പിടിയിലായവരുടെ മൊഴിമടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യുകയും ചെയ്യും.
പൂർവ്വ വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ കോളേജിൽ ഈ പോളിടെക്നിക്കിൽ തന്നെ ഒരു സീനിയർ വിദ്യാർത്ഥി 3ാം വർഷ വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്കും കടന്നിട്ടുണ്ട്. കാരണം ഇയാളാണ് കൂടുതൽ കാര്യങ്ങൾ പണപ്പിരിവിനടക്കമുള്ള കാര്യങ്ങൾ നേതൃത്വം നൽകുന്നത് ഇയാളാണ് എന്നതാണ് മനസ്സിലായിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം ഇതിൽ പിടിയിലായ അറസ്റ്റ് രേഖപ്പെടുത്തിയ ആകാശിൻ്റെ മൊബൈലിലേക്ക് മെസ്സേജുകൾ അയക്കുകയും ഈ പരിശോധനയ്ക്ക് ശേഷം ചില മെസ്സേജുകൾ വരികയും കോൾ വരികയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഇയാളിൽ നിന്ന്. അത് ഇവിടെയുള്ള ഈ കഞ്ചാവ് സൂക്ഷിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അത് സേഫാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകളായിരുന്നു വന്നിരുന്നത്. ഇയാൾ നിലവിൽ ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഈ പുക വലിക്കുന്നവരുടെ ഒരു കൂട്ടം അത് കഞ്ചാവ് വലിക്കുന്നവരിലേക്കെല്ലാം തന്നെ പതുക്കെ മാറുന്നു. ഇവരിൽ നിന്ന് പിരിവെടുക്കുകയും അതൊരു സ്ഥിരം സംവിധാനം എന്ന രീതിയിലേക്ക് ഇവർ കൊണ്ടുപോവുകയും എല്ലാം തന്നെ ചെയ്തു. ഹോസ്റ്റൽ മുറിക്കകത്ത് നിന്ന് നിരവധിയായ ബീഡിക്കെട്ടുകളെല്ലാം തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇത് ഇവരിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇവരത് വിൽപ്പനയ്ക്കായി മറ്റിടങ്ങളിലേക്ക് എത്തിക്കുന്നു, മറ്റ് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നു. ഓൺലൈനായി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ഓഫർ കൊടുക്കുന്നു, മറ്റേത് സാധനത്തെയും പോലെ ഓഫർ കൊടുക്കുന്നു എന്നൊക്കെയുള്ള നമ്മളെയൊക്കെ രക്ഷിതാക്കളാണ് നമ്മളെയൊക്കെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം, ഇത് എവിടെ നിന്നാണ് ഈ കഞ്ചാവ് വരുന്നത് എന്നുള്ള വഴി കൂടി പോലീസ് സംഘം, അന്വേഷണ സംഘം പരിശോധിക്കുന്നില്ലേ? ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് കഞ്ചാവ് അടക്കമുള്ള സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൂടുതലായി ഒഴുകുന്നത്. ഇതിൻ്റെ ഒരു വരവ് ഇത് എന്നു മുതൽ തുടങ്ങിയതാണ്? അത്തരത്തിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നില്ലേ? അശ്വതി, തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. കാരണം ഈ കളമശ്ശേരി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം വളരെ വ്യാപൃതരാണ്. അവരിലേക്കെല്ലാം തന്നെ കഞ്ചാവ് എത്തുന്നു. ഇന്നലെ വരാപ്പുഴ മേഖലയിൽ നിന്ന് ഇതര സംസ്ഥാനക്കാരിൽ നിന്ന് പിടികൂടിയത് 20 കിലോ കഞ്ചാവാണ്. നമുക്കറിയാം, ആലുവ കേന്ദ്രീകരിച്ചുകൊണ്ട് ആലുവയിലേക്ക് എത്തുന്ന ഈ ഒഡീഷയിൽ നിന്നും മറ്റും എത്തുന്ന ട്രെയിനുകൾ അവിടെ പലപ്പോഴും പോലീസും റെയിൽവേ പോലീസും എല്ലാം തന്നെ സഹകരിച്ചുകൊണ്ട് കോംബോ റെയ്ഡ് എല്ലാം തന്നെ നടക്കുന്നു. എല്ലാ ദിവസവും പരിശോധന നടത്തിയാൽ അത്രയും കഞ്ചാവ് പിടികൂടുന്ന ആ രീതിയിലേക്കെല്ലാം തന്നെ അവിടെ കാര്യങ്ങൾ മാറിയിരുന്നു. ഇപ്പോൾ കുറച്ച് പരിശോധനകൾ കടുപ്പിച്ചതുകൊണ്ട് കുറച്ച് കഞ്ചാവിൻ്റെ വരവ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. പലരും ഇവിടെ അതിഥി തൊഴിലാളികളെ ആദ്യഘട്ടത്തിലെത്തിയവർ പലരും ഇന്ന് സ്ഥിരം കടത്തുകാർ എന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. സ്ത്രീകളടക്കമുള്ളവർ ഈ കഞ്ചാവ് കേസുകളിൽ പ്രതികളാവുന്നത് നിത്യസംഭവം എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇവരിൽ നിന്ന് തന്നെയാണ് വിദ്യാർത്ഥികളിലേക്കടക്കം, കാരണം ഇവർക്കിടയിൽ ഒരു ചങ്ങലയുണ്ട്. അവർ കൃത്യമായിട്ട് തന്നെ വിദ്യാർത്ഥികളിലേക്കടക്കം ഈ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ വരാപ്പുഴയിൽ പിടിയിലായത്. ഇതെല്ലാം തന്നെ ഈ നെക്സസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇവരിൽ നിന്ന് തന്നെയാണ് കൂടുതലായും ഈ കഞ്ചാവ് ഇവരിലേക്ക് എത്തുന്നത് എന്ന് തന്നെയാണ് പോലീസ് അനുമാനിക്കുകയും ചെയ്യുന്നത്. വിദ്യാർത്ഥികളിലേക്ക് കൂടുതൽ പേരെ ഇതിലേക്ക് ചേർക്കുക, അവർക്ക് വിപണനം നടത്തുന്ന ഒരു ശൃംഖല ഇതിനകത്ത് ബലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതോ വാട്സപ്പ് ഗ്രൂപ്പുകളടക്കം കേന്ദ്രീകരിക്കുന്നുണ്ട്. ഹോസ്റ്റൽ മുറിക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നൊരു സംശയവും പോലീസിന് ഉണ്ട്. ഇതിലെല്ലാം തന്നെ അന്വേഷണങ്ങൾ നടത്തുന്നു. ഇതിൽ മുൻകൂറായി ബുക്ക് ചെയ്യുന്നവർക്ക് ഓഫർ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ വിശാലമായി പോവുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലേക്കെല്ലാം എത്തിയപ്പോൾ തന്നെയാണ് പ്രിൻസിപ്പൽ അടക്കം ഈ കത്ത് നൽകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസ് ഇതിൽ സമഗ്രമായ രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഹോസ്റ്റൽ മുറിക്കകത്തേക്ക്, ക്യാമ്പസുകൾക്കകത്തേക്ക് കഞ്ചാവ് എത്തുന്നത് ഇതര സംസ്ഥാനക്കാരിൽ നിന്ന് വാങ്ങിയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അതിൽ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു അതിൽ പലരും തന്നെ നേതൃത്വം നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു വരികയാണ്. വരും ദിവസങ്ങളിൽ ഈ പൂർവ്വ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ സീനിയർ വിദ്യാർത്ഥികളെയും അടക്കം സംശയമുള്ള പലരെയും തന്നെ പോലീസ് ചോദ്യം ചെയ്യാനടക്കം വിളിപ്പിക്കുന്നുണ്ട്. ഇവരുടെ ഒരു പണമിടപാടടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പലരും ഒരു ആദ്യഘട്ടത്തിൽ ഒരു കൗതുകമെന്ന രീതിയിൽ തോന്നുകയും പിന്നീട് ഇതിൻ്റെ ലഹരിക്ക് അടിപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ഇതിൻ്റെ കച്ചവടക്കാരായി മാറുകയും ആ രീതിയിലേക്കെല്ലാം തന്നെ പലരും മാറിയിട്ടുണ്ട് എന്നത് വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധന അതിൽ ഫലം കണ്ടിട്ടുണ്ട്. കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഡാനി, ഒരു കാര്യം കൂടി, ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഈ കുസാറ്റിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഹോസ്റ്റലുകൾക്ക് അപ്പുറത്തേക്ക് ഈ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഹോസ്റ്റലുകളിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു നോട്ടം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇത്രയും വലിയ രീതിയിൽ കഞ്ചാവ് പിടികൂടിയത്. അപ്പോൾ ഒരു നോട്ടവും ഇല്ലാത്ത, എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിക്കുന്ന പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന അവിടെയും ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയെന്നാണോ മനസ്സിലാക്കുന്നത്?
അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അറിയാൻ കഴിയുന്നത് തമീം എന്ന പേരുള്ള ഒരു ഹോസ്റ്റൽ ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയിട്ടുള്ളത് എന്നതാണ്. ശ്രുതി സൂചിപ്പിക്കുന്നത് പോലെ ഈ PG സംവിധാനങ്ങളെല്ലാം വന്നതോടെ പേയിങ് ഗസ്റ്റ് സംവിധാനങ്ങൾ അത് നിരവധിയായ ഇടങ്ങളിലുണ്ട്. അവിടെ കൃത്യമായ ഒരു മാനദണ്ഡങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ചിലയിടങ്ങളിലുമുണ്ട്, നമ്മൾ അടച്ച് പറയുന്നില്ല, ചിലയിടങ്ങളിലെങ്കിലും അത്തരമൊരു സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ബാധകമല്ലാതെ പ്രവർത്തിക്കുന്ന പലയിടങ്ങളുമുണ്ട്. കാരണം പലപ്പോഴും എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു അക്കോമഡേഷനാണ് വളരെ പെട്ടെന്ന് കിട്ടുക എന്നത്. പലപ്പോഴും ഹോസ്റ്റൽ സംവിധാനത്തിലേക്ക് മുഴുവൻ പേരെയും അതിനൊരു നിയതമായ ഒരു ക്രമവും കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് കുറേയെങ്കിലും ഒരു സുരക്ഷിതത്വം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരിടമാണ് ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത്. പക്ഷേ അതും അത്രത്തോളം സുരക്ഷിതമല്ല എന്ന് പരിശോധനയിൽ ബോധ്യപ്പെടുകയും ചെയ്തിട്ട്, പക്ഷേ എങ്കിൽ കൂടിയും പുറമേയുള്ള സംവിധാനങ്ങൾ കൂടി ഈ പോലീസിൻ്റെ പരിശോധനയിലേക്ക് അടക്കം വരേണ്ടതുണ്ട്. അത് രജിസ്റ്റർ ചെയ്തതും അല്ലാത്തതുമായ നിരവധിയായ ഹോസ്റ്റൽ സംവിധാനങ്ങളിൽ കളമശ്ശേരി മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് ഇന്നിപ്പോൾ അതിനേക്കാൾ ലാഭകരമെന്നത് ഒരു PG അവസ്ഥ എന്ന് പോകുന്നതാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കെല്ലാം പോകുന്നത് മാനദണ്ഡങ്ങൾ അനുസരിച്ചാണോ, പോലീസിൻ്റെ ഒരു നിരീക്ഷണം അവിടെയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ഉയരുന്നതാണ്. ഏതായാലും ഇത്തരം സംവിധാനങ്ങൾ കൂടി ഇന്നലെ പരിശോധനകളിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് ഈ കളമശ്ശേരി കേന്ദ്രീകരിച്ച് വരുമ്പോൾ വളരെ വിശാലമായി ഒരുപാടിടങ്ങളിൽ ഈ PG സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട്. എല്ലാം തന്നെ കയറി പരിശോധിക്കപ്പെടും. എവിടെയൊക്കെയാണ് താമസിക്കുന്നതെന്ന് പോലീസിന് പോലും വലിയ നിശ്ചയമില്ല ഈ ഹോസ്റ്റൽ പരിസരത്തിന് പുറത്തുള്ള കാര്യങ്ങൾ. എങ്കിലും പരമാവധി ഇടങ്ങളിലേക്ക് പരിശോധനകൾ എത്തിക്കുന്നു എന്ന് തന്നെയാണ്, പരിശോധനയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവിടങ്ങളിലാണ് ഇന്നലെ പരിശോധനകൾ നടന്നത്. കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് ഈ പോളിടെക്നിക്കിലെ ഹോസ്റ്റൽ മുറിയിൽ കഞ്ചാവ് കണ്ടെത്തിയ സംഭവം കൃത്യമായ ഒരു വാണിംഗ് ബെല്ലാണ്. അതനുസരിച്ച് കൊണ്ട് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ശരി, എന്തായാലും കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട ഇന്നലെ രാത്രിയും പോലീസ് പരിശോധന നടത്തിയിരുന്നു. അതിൽ കഞ്ചാവുമായി ഒരു വിദ്യാർത്ഥി കൂടി പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അന്വേഷണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു, പരിശോധന കർശനമാക്കുന്നു. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ ഗ്രാമ്പയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഉടൻ മയക്കുവെടിവെച്ച് പിടികൂടും. ഇരയെടുക്കാൻ കൂട്ടിൽ കയറിയില്ലെങ്കിൽ വെടിവെക്കാനാണ് തീരുമാനം. കാലിന് ഗുരുതര പരിക്കേറ്റ കടുവ തീർത്തും അവശ്യനിലയിലാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രിൻസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ കടുവയെ മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ തനിച്ച് നടന്ന് കൂട്ടിലേക്ക് കയറാൻ പോലും പറ്റാത്ത രീതിയിൽ അവശ്യ നിലയിലാണ് കടുവയുള്ളതെന്നും അറിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. നിലവിൽ വെറ്റിനറി സർജൻ ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലാണ് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മയക്കുവെടി വെക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു. എന്നാൽ ഇന്നലെ വൈകുന്നേരം 6:06 സന്ധ്യയായതിനാൽ ഒപ്പം ഇരുട്ട് കൂടിയതിനാൽ ഈ ഉദ്യോഗം ഉപേക്ഷിക്കുകയും അത് ഇന്നത്തേക്ക് നീക്കുകയായിരുന്നു. ഈ കടുവ ഈ മേഖലയിൽ തന്നെ തുടരുമെന്നാണ് വനംവകുപ്പിന്റെ ഒരു കരുതൽ. ഇന്നലെ രാത്രി ഇടപെട്ട സമയങ്ങളിൽ, ഏകദേശം അരമണിക്കൂറോളം ഇടപെട്ട സമയങ്ങളിൽ കടുവയെ ഡ്രോൺ മാർഗം നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം വനംവകുപ്പിന്റെ ഒരു സംഘവും ഇവിടെ തുടരുന്നുണ്ട്. കടുവയുടെ കാലിന് പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കടുവയ്ക്ക് വളരെ ദൂരത്തേക്ക് പോകാൻ സാധിക്കില്ല എന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ കാലിലുള്ള പരിക്ക് മാത്രമാണുള്ളത്. അല്ലാതെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് കരുതുന്നു. ഈ കടുവയെ ഇവിടുന്ന് പിടികൂടി തേക്കടിയിൽ എത്തിച്ച് ചികിത്സ നൽകാനാണ് കരുതുന്നത്. അപ്പം
ചികിത്സ നൽകുകയും ഒപ്പം ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്ന പക്ഷം തിരികെ കാട്ടിലേക്ക് വിട്ടുള്ള നടപടികളായിരിക്കും വനംവകുപ്പ് സ്വീകരിക്കുക. എന്നാൽ കടുവയുടെ പരിക്ക് ആശങ്കാജനകമാണ് അല്ലെങ്കിൽ ഗുരുതരമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചികിത്സ നൽകും. അതിനുള്ള നടപടികളാണ് മുൻപോട്ട് നീങ്ങുന്നത്. എന്തായാലും ഗ്രാമ്പിയിൽ ഒരു 2 ആഴ്ചയിലധികമായി കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പല ദിവസങ്ങളിൽ വട്ടിപ്പെരിയാർ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ പല ദിവസങ്ങളിൽ കടുവ ഇറങ്ങുകയും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗ്രാമ്പിയിൽ സ്കൂളിന്റെ പരിസരത്ത് തന്നെ വരെ കടുവ എത്തുന്ന സാഹചര്യം ഒപ്പം വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇതോടെയാണ് കടുവയെ പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിടുകയും ഇവിടെ കൂട് സ്ഥാപിക്കുകയും ചെയ്തത്. എന്നാൽ കൂടിലേക്ക് കടുവ എത്തിയില്ല. ഇത് ഒരു സമീപ പ്രദേശത്തിൽ 300 മീറ്ററോളം അകലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവ കാണപ്പെട്ട. ഈ പ്രദേശത്തിൽ ചതുപ്പിൽ കടുവ കിടക്കുകയായിരുന്നു. എന്നാൽ കാലിന് പരിക്കുള്ളതിനാൽ കടുവ കൂടുതൽ നടക്കാതെയും ഈ അതിന് ഉള്ള സമീപ പ്രദേശങ്ങളിലേക്ക് നീങ്ങിയിട്ട് മാത്രമാണ് ചെയ്തത്. എന്നാൽ കൂട്ടിലേക്ക് എത്തിയില്ല. ഇതോടെയാണ് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാം എന്ന തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് അതിനുള്ള നടപടി പൂർത്തീകരിക്കാൻ സാധിക്കും. കടുവയെ പിടികൂടാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് വനംവകുപ്പ്. അശ്വതി, പ്രിൻസ്, നമ്മൾ ഇതിനു മുമ്പുള്ള ഇത്തരത്തിലുള്ള കടുവ ദൗത്യം, ആന ദൗത്യം ഒക്കെ നടന്നപ്പോൾ വനംവകുപ്പ് അല്ലെങ്കിൽ ഈ സംഘം പറഞ്ഞത് ഇത്തരത്തിലുള്ള ചതുപ്പ് പ്രദേശങ്ങളിലൊന്നും വെച്ച് മയക്കുവെടി വയ്ക്കാനുള്ള സാധ്യതയില്ല. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നാൽ മാത്രമേ ഇത്തരത്തിൽ മയക്കുവെടി വെക്കാൻ പറ്റുകയുള്ളൂ എന്നാണല്ലോ. ഇപ്പോൾ കടുവയുള്ളത് നേരത്തെ പ്രിൻസ് പറഞ്ഞ ആ ചതുപ്പ് നിലത്തിന് അടുത്ത് തന്നെയാണോ? ശ്രമകരമാണോ ദൗത്യം? അശ്വതി, ഈ ഒരു തോട്ടം മേഖലയാണ് ഗ്രാമ്പിലെ തേയിലത്തോട്ടം മേഖലയിലാണ് കടുവ ഉള്ളത്. അതിനോട് ചേർന്നുള്ള ഒരു ചതുപ്പിലാണ് നിൽക്കുന്നത്. അപ്പം അല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവിധ പ്രദേശങ്ങളും മാറുന്നുണ്ട്. എന്നാൽ വളരെ ദൂരത്തേക്ക് മാറുന്നില്ല. നിലവിൽ ചതുപ്പിനോട് ചേർന്നുള്ള പ്രദേശത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മാറുന്നത്. അനുയോജ്യമായ ഒരു പ്രദേശം, ഈ ചതുപ്പിൽ നിന്ന് മാറി അനുയോജ്യമായ പ്രദേശത്തേക്ക് എത്തിയാൽ ആ സമയത്ത് സ്പോട്ട് ചെയ്ത് വെടിവെക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. കാരണം ദിവസങ്ങളോളമായി ഈ കടുവ ഭക്ഷണം ഇര തേടിയിട്ടില്ല. കാരണം കാലിന് പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ദൂരത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പം നാട്ടുകാരോട് വനംവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. കടുവ സ്ഥിരമായി ഇറങ്ങുന്നതിനാൽ വളർത്തുമൃഗങ്ങളെയൊക്കെ അയച്ചു വിടരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതോടെയാണ് കടുവ ഈ കൃത്യമായി ഇര കിട്ടാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കടുവ കൂട്ടിലേക്ക് വരുമെന്ന് ഇരയൊരുക്കി കാത്തിരിക്കുന്ന കൂട്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാലിന്റെ പരിക്കൊക്കെ പ്രശ്നമായതോടെ ഈ കടുവ കൂടുതൽ നടക്കാതെ ഈ പ്രദേശത്തേക്ക് നിൽക്കുകയാണ്. എന്തായാലും ഈ പ്രദേശത്ത് നിന്ന് അല്പമെങ്കിലും മാറാൻ ഇറങ്ങാനും സാധ്യതയുണ്ടെന്നാണ് വനംവകുപ്പ് കരുതുന്നത്. അങ്ങനെ ഈ ചെറുപ്പ് നിറഞ്ഞ പ്രദേശത്ത് നിന്ന് മാറി ഇര തേടിയൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അനുയോജ്യമായ ഒരു പ്രദേശത്തേക്ക് എത്തുമ്പോൾ, പ്രത്യേകിച്ചും തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ്, അത് കൂടുതൽ അനുയോജ്യമായ സ്ഥലത്തേക്ക് ഉടനെ എത്താൻ സാധിക്കുമെന്നാണ് എത്തിപ്പെടുമെന്നാണ് വനംവകുപ്പ് കരുതുന്നത്. അങ്ങനെ ഒരു പ്രദേശത്തേക്ക് എത്തുന്ന സാഹചര്യത്തിലായിരിക്കും വെടി തീർക്കുക. എന്തായാലും വെറ്ററിനറി സംഘവും വനംവകുപ്പിന്റെ ഒരു വലിയ സംഘവും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് വനംവകുപ്പ് കരുതുന്നത്. ശരി, എന്തായാലും ഗ്രാമ്പയിലെ കടുവയെ പിടികൂടാൻ സംഘം തയ്യാറാണ്. അവിടെ മയക്കുവെടി വയ്ക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലുമാണ് സംഘമുള്ളത്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. മുമ്പൊന്നുമില്ലാത്ത വിധം മാർച്ചായപ്പോഴേ കേരളം അത്യുഷ്ണത്തിന്റെ പിടിയിലാണ്. ജലസംഭരണികളെല്ലാം ഏതാണ്ട് വറ്റി വരണ്ടു കഴിഞ്ഞു. പകൽ സമയം പുറത്തിറങ്ങുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചു തുടങ്ങി. സാധാരണ ഏപ്രിൽ പകുതിക്ക് ശേഷമൊക്കെ കേട്ടിരുന്ന സൂര്യാതപവും കുഴഞ്ഞുവീഴലുമൊക്കെ ഇപ്പോഴേ നമ്മൾ കേൾക്കുകയാണ്. കാലാവസ്ഥ കടുത്തുകൊണ്ടിരിക്കുകയാണ്. വേനൽമഴ പ്രതീക്ഷിച്ചതും എത്തിയില്ല. കേരളത്തിന് ചുട്ടുപൊള്ളുകയാണ്. കരുതിയിരിക്കണം. ഇന്ന് ന്യൂസ് 18 ലൈവത്തോൺ നടത്തുകയാണ് കത്തുന്ന കേരളം. സംസ്ഥാനത്ത് ചൂട് ഇനിയും ഉയരുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത്. വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിൽ സ്ഥിതി ഗുരുതരമാകും. ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. ഓരോ വർഷവും ചൂട് ഉയരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അൾട്രാ വയലറ്റ് ഇൻഡെക്സ് റെഡ് അലർട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ജില്ലകളിൽ 35 ഡിഗ്രിക്ക് മുകളിലാണ് ശരാശരി ചൂട്. പാലക്കാട് 38 എത്തിയപ്പോൾ UV ഇൻഡെക്സും അവിടെ ഉയർന്നിട്ടുണ്ട്. മലയോര മേഖലകളായ വയനാടും ഇടുക്കിയിലും ചൂട് 35 ഡിഗ്രി കടന്നു. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ സ്ഥിതിഗതികൾ ഗുരുതരമാകും. UV ഇൻഡെക്സ് പല സ്ഥലങ്ങളിലും കൂടുന്നതായിട്ട് നമ്മുടെ കാലാവസ്ഥ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. UV ഇൻഡെക്സിനെ തീർച്ചയായിട്ടും ഈ ഗ്ലോബൽ വാർമിംഗ് ഒരു ഇൻഡയറക്ട്ലി അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്.
അതിശക്തമായിട്ടുള്ള മഴ അതൊരു എൻഡ്, പിന്നെ വരൾച്ച അത് വേറൊരു എൻഡ്. അപ്പം ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് തന്നെ ഈ ക്ലിയർ സ്കൈ കണ്ടീഷൻസ് പ്രൊലോങ് ചെയ്യിപ്പിക്കുകയും ഒരു ഡ്രൈ കണ്ടീഷൻ പ്രൊലോങ് ചെയ്യിപ്പിക്കാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചൂട് കൂടാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. സംസ്ഥാനത്ത് UV ഇൻഡെക്സ് കൂടുന്നത് പതിവാണെങ്കിലും വേനൽക്കാലത്തിന്റെ തുടക്കത്തിലെ ഇത്ര ഉയരുന്നതാണ് ആശങ്ക. നേത്ര ത്വക്ക് രോഗങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ്. അന്തരീക്ഷത്തിനും കാര്യമായ വ്യത്യാസങ്ങൾ സംഭവിക്കും. മേഘവിസ്ഫോടനം പോലുള്ള പ്രതിഭാസത്തിന്റെയും സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരത്ത് നിന്നും VV വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തന്നെ സഹിക്കാനാകാത്ത ചൂടാണ് പകൽ സമയത്തൊക്കെ. ഇനിയും ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുമ്പോൾ എത്രത്തോളം ആശങ്കപ്പെടണം നമ്മൾ? അശ്വതി, സൂര്യാഘാതമേൽക്കാനുള്ള സാഹചര്യം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ തൊഴിൽ സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ ഈ ഫെബ്രുവരി മാസത്തിൽ പോലും അങ്ങനെ ഒരു ക്രമീകരണത്തിലേക്ക് പോകുന്ന നിലയിലേക്ക് സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ, അതായത് ഇന്നും നാളെയുമൊക്കെ ഇപ്പോൾ ഉള്ള താപനിലയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് ഉയരാം, താപനില കൂടാം എന്ന ഒരു മുന്നറിയിപ്പാണ് വന്നിട്ടുള്ളത്. 6 ജില്ലകളിൽ ഇതിന്റെ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ 36, അതോടൊപ്പം തന്നെ എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 35 ഡിഗ്രി സെൽഷ്യസ്, തിരുവനന്തപുരം ജില്ലയിൽ 34 ഡിഗ്രി സെൽഷ്യസ്, ഇടുക്കി, വയനാട് ജില്ലകളിൽ 33 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് കൂടുതൽ ചൂടിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഈ ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര മേഖലകളിൽ ഒഴികെ മേൽപ്പറഞ്ഞ ഈ ജില്ലകളിലൊക്കെ തന്നെ ഇന്നും നാളെയും ചൂടും ഈർപ്പമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ അറിയാം, പുറത്ത് പണിയെടുക്കുന്ന ആളുകളുടെ കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ തൊഴിൽ സമയം ക്രമീകരിക്കുന്നതിനുള്ള ഉത്തരവൊക്കെ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു. മറ്റൊന്ന് വേനൽ മഴയിലെ കുറവാണ്. കാര്യമായ വേനൽ മഴ സംസ്ഥാനത്ത് ലഭിക്കുന്നില്ല. ഡാമുകളിൽ ജലനിരപ്പ് ഗണ്യമായി കുറയുകയും ചെയ്യുന്നുണ്ട്. ശുദ്ധജല ലഭ്യത അത് മറ്റൊരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. കാരണം കൃത്യമായി വേനൽ മഴ ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ ഡാമുകളിലെ ജലനിരപ്പ് കുറയുകയും ഈ കുടിവെള്ള വിതരണം അടക്കമുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിൽ പോകുന്ന ഒരു നിലയും ഉണ്ടാകും. ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് ഇനിയുള്ള മാസങ്ങൾ, അത് കൂടുതൽ ദിവസങ്ങളുണ്ട്. ജൂണിൽ നമ്മൾ മഴ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് മഴയുണ്ടായില്ലെങ്കിൽ ശുദ്ധജലക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ സൂര്യരശ്മികളേറ്റ് ഉള്ള രോഗങ്ങൾ, അതിനുള്ള സാധ്യതകൾ കൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. നേത്രരോഗം, ത്വക്ക് രോഗം പോലുള്ള വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, ഈ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക, അങ്ങനെയുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുമുണ്ട്. അശ്വതി, അതാണ് വിനോദ്, ഏറ്റവും നമ്മൾ ഭയപ്പെടുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. കുടിവെള്ളക്ഷാമം ഉണ്ടാകുമോ എന്നുള്ളത്. അതിനുവേണ്ടി എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുമൊക്കെ നേരത്തെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരുന്നോ വിനോദ്? അശ്വതി, ഈ ഡാമുകൾ അതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, സംഭരണശേഷി വർദ്ധിപ്പിക്കുക എന്നത് VS സർക്കാരിന്റെ കാലം മുതൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. തോമസ് ഐസക്കിന്റെ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ ഈ മണൽ നീക്കം ചെയ്ത് അതിൽ ഈ സംഭരണശേഷി കൂട്ടുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ഒരു വരുമാനമായി മാറുമെന്ന ഒരു അഭിപ്രായം കൂടി ഉയർന്നു വന്നിരുന്നു. ചില പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും പൂർണ്ണതോതിൽ അതിപ്പോഴും വിജയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് നടപ്പാവുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പോഴത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവരും ഇതേ കാര്യം പറയുന്നുണ്ട്. പക്ഷെ പല ഡാമുകളിലും അങ്ങനെ മണൽ നീക്കമോ അല്ലെങ്കിൽ ഇത്രയും കാലമായി അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ വനത്തിൽ നിന്ന് ഒഴുകി വരുന്ന, അല്ലെങ്കിൽ ഈ വൃഷ്ടിപ്രദേശത്ത് നിന്നൊക്കെ ഒഴുകി വരുന്ന പാറയും മറ്റ് തടിക്കഷ്ണങ്ങളും ഒക്കെ തന്നെ ഇത് അടിഞ്ഞുകൂടി കാലങ്ങളായി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഈ വളരെ പെട്ടെന്ന് തന്നെ ഡാമുകൾ നിറയുന്നതിന്, മഴക്കാലത്ത് വളരെ പെട്ടെന്ന് ഡാമുകൾ നിറയുകയും ആ ഡാമുകൾ തുറന്നുവിടേണ്ട സ്ഥിതി ഉണ്ടാകും. വേനൽക്കാലത്താകട്ടെ ഈ ജലലഭ്യത വല്ലാതെ കുറഞ്ഞു പോകുന്ന നിലയും ഉണ്ടാകും. അതോടൊപ്പം തന്നെയാണ് ഈ ഭൂഗർഭ ജലത്തിന്റെ അളവിലെ കുറവും. ഡാമുകൾ ശുചിയാക്കണമെന്ന ആവശ്യം കാലങ്ങളായി നിൽക്കുന്നതാണ്. ഈ കുടിവെള്ള വിതരണം ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് വെള്ളം കലങ്ങും, അല്ലെങ്കിൽ വെള്ളം മോശമാകും എന്നൊക്കെ ഉള്ള ഒരു കാര്യം കൊണ്ടാണ് അതിനൊരു
പ്രായോഗിക തലത്തിൽ അത് നടപ്പാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ചില പുതിയ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ജലം കലങ്ങാതെ അല്ലെങ്കിൽ ചെളി കലരാതെ കുടിവെള്ള വിതരണം സാധ്യമാക്കിക്കൊണ്ട് തന്നെ ഡാമുകൾ ശുചീകരിക്കാനുള്ള സംവിധാനമുണ്ട്. അതിലേക്ക് പോയാൽ ഒരു പരിധിവരെയൊക്കെ ഇത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകാതെ കാര്യങ്ങൾ നോക്കാനോ ഒക്കെ കഴിയും. പക്ഷേ അതിനുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നതാണ്. നമുക്ക് തിരുവനന്തപുരം ജില്ല തന്നെ പരിശോധിച്ചാൽ അമ്പൂരി പോലുള്ള മലയോര മേഖലകളുണ്ട്. വേനൽ ഒന്ന് കടുത്താൽ തന്നെ അവിടെ കുടിവെള്ളമില്ലാത്ത സാഹചര്യമാണ്. കിലോമീറ്ററുകളോളം ആളുകൾ പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ഈ ജലലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷേ എങ്കിൽ തന്നെയും നഗരവാസികളെയൊക്കെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഈ കോർപ്പറേഷന്റെ നഗരസഭയുടെ ജലം അല്ലെങ്കിൽ ഈ വാട്ടർ അതോറിറ്റിയുടെ ജലം ഇതൊക്കെ തന്നെ ആണ് ആശ്രയമായി ഉള്ളത്. ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾ, ഈ വില്ലകളിലും മറ്റുമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ടൗണിൽ ചെറിയ സ്ഥലങ്ങളിൽ 2-3 സെന്റിലൊക്കെ വീട് വെച്ച് കഴിയുന്ന ആളുകൾ, ഇവിടെയൊക്കെ തന്നെ കിണറുകളില്ലാത്ത സ്ഥിതിയുണ്ട്. പലർക്കും കുഴൽ കിണറുകളില്ല. ഈ ജലം മാത്രമാണ് ആശ്രയിക്കുന്നത്. ഒരുപക്ഷെ 2-3 ദിവസം പോലും വെള്ളമില്ലെങ്കിൽ സ്കൂളിൽ പോകാൻ കഴിയാതെ, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ഓഫീസിൽ പോകാൻ കഴിയാതെ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അവിടെയാണ് ഈ ജലലഭ്യത വലിയൊരു ആശങ്കയായി നിലനിൽക്കുന്നത്. കാരണം ഇപ്പോൾ മാർച്ച് കഴിഞ്ഞുള്ള ഇനിയുള്ള മാസങ്ങൾ കൂടി ഇനിയുമുണ്ട് ദിവസങ്ങൾ. 2 മാസത്തിൽ അധികം ഒരുപക്ഷെ അത് വലിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നു. വേനൽമഴ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ ജലലഭ്യതയിൽ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. ശരി വിനോദ്, എന്തായാലും നമ്മൾ രാവിലെ 10 മണി മുതൽ പ്രേക്ഷകരിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ചൂടുമായി ബന്ധപ്പെട്ട ലൈവത്തോൺ എത്തിക്കുകയാണ്. ചൂട് അതിജീവിക്കുന്നത് എങ്ങനെ ഇപ്പോൾ വിനോദ് പറഞ്ഞതുപോലെ കൂടുതൽ സമയമുണ്ട് ഈ ചൂടിനെ നമുക്ക് പ്രതിരോധിച്ചേ മതിയാവുകയുള്ളൂ. വേനൽ നേരത്തെ തുടങ്ങിയെന്നുള്ള ഒരവസ്ഥയുള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് കേരളം ചെയ്യേണ്ടത്, ചൂടിനെ ചെറുക്കാൻ എന്തൊക്കെ നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഒപ്പം സർക്കാരിന്റെ ശ്രദ്ധ എവിടെയൊക്കെയാണ് വേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും, അധികാരികളിലേക്ക് എത്തിക്കും. ജനങ്ങൾ എങ്ങനെ ജാഗ്രത പാലിക്കണമെന്ന കാര്യത്തിൽ ആരോഗ്യ വിദഗ്ധരടങ്ങുന്ന പാനൽ സംസാരിക്കും. ഇത് 10 മണി മുതൽ ന്യൂസ് 18 കേരളത്തിൽ ലൈവത്തോൺ നിങ്ങൾക്ക് കാണാം. നെടുമങ്ങാട് കാട്ടുതീയിൽ റബ്ബർ തോട്ടം കത്തി നശിച്ചു. ഇന്നലെ രാത്രി 9ഓടെയാണ് താന്നിമൂട് തിരുച്ചിട്ടപ്പാറ മലയിൽ തീപിടുത്തമുണ്ടായത്. മലയിൽ പടർന്ന തീ സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് വ്യാപിക്കുകയായിരുന്നു. നെടുമങ്ങാട് യൂണിറ്റിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തോട്ടത്തിലെ തീ അണച്ചെങ്കിലും രാത്രി മലയിൽ മറ്റ് പലയിടത്തും തീ പടർന്നിരുന്നു. വിശദാംശങ്ങളുമായി അരുൺ മോഹനാണ് നെടുമങ്ങാട് നിന്നും ചേരുന്ന. അരുൺ, ഗുഡ് മോർണിംഗ്. വലിയ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വലിയ കാട്ടുതീയാണ് അവിടെ മേഖലയിലാകെ പടർന്നത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ആദ്യമേ ഗുഡ് മോർണിംഗ്. പക്ഷേ വളരെ ഒരു ദുരന്ത വാർത്ത തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. രാവിലെ ഈ പറഞ്ഞതുപോലെ നെടുമങ്ങാട് സമീപത്ത് താന്നിമൂടിലുള്ള തിരുച്ചിട്ടാമ്പാറ പ്രദേശത്താണ് ഇന്നലെ രാത്രി മുതൽ ഈ പറയുന്ന തീ പടർന്നത്. രാത്രിയാണ് തീ ശക്തമായത്, 9 മണിയോടുകൂടി ശക്തമായത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ പകൽ സമയം മുതൽ ഈ പ്രദേശത്ത് തീ പടരുകയായിരുന്നു. കാരണം അടിക്കാട് കത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ രാത്രിയോടുകൂടി അത് രൂക്ഷമാവുകയായിരുന്നു. ഈ പ്രദേശത്ത് ജനവാസ കേന്ദ്രമല്ല, പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആദ്യം ഈ തിരുച്ചിട്ടാപ്പാറ പ്രദേശത്തായിരുന്നു കത്തിയത്. അവിടെ ജനപ്രദേശമല്ലാത്തതിന് ആൾക്കാർ അത്ര കാര്യമായി കണ്ടില്ല. പക്ഷെ അത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന താഴെ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴായിരുന്നു ഇവിടെയുള്ള കൃഷിയിടങ്ങൾക്കൊക്കെ നാശമുണ്ടായത്. നിരവധി ഏക്കർ റബ്ബർ പുരയിടങ്ങളിലാണ് ഇത് നാശം വിതച്ചത്. തുടർന്ന് ഈ പറയുന്ന നെടുമങ്ങാട് കാട്ടാക്കട ഭാഗത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അതും വളരെ ശ്രമകരമായിരുന്നു. കാരണം വാഹനങ്ങൾക്ക് യഥാസമയം എത്തിച്ചേരാനോ കഴിഞ്ഞില്ല. എന്നാൽ വളരെ പണിപ്പെട്ട് നിയന്ത്രണ വിധേയമാക്കി എന്ന് തന്നെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. അശ്വതി. ശരി, അരുൺ മോഹനാണ് നെടുമങ്ങാട് നിന്നും വിവരങ്ങൾ നൽകിയത്.
വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള മൂന്നാം ഘട്ട തെളിവെടുപ്പ് വൈകാതെ നടക്കും. വെഞ്ഞാറമൂട് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. നാളെ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തുകയും അമ്മയെ ഗുരുതരമായി ആക്രമിക്കുകയും ചെയ്ത അഫാന്റെ വീട്ടിലാണ് പ്രധാന തെളിവെടുപ്പ്. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഈ അഫാനുമായി ഇതുവരെ എവിടെയൊക്കെയാണ് തെളിവെടുപ്പ് നടത്തിയത്? ഇനി പ്രധാനമായും അന്വേഷണ സംഘം അഫാനെ എവിടെയൊക്കെ ആയിരിക്കും എത്തിക്കുക? അശ്വതി, മൂന്നാം ഘട്ടവും അവസാനത്തേതുമായ തെളിവെടുപ്പാണ് ഇനി കേസിൽ നടക്കാനുള്ളത്. നേരത്തെ 2 കേസുകളിലായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. വിവിധ സ്റ്റേഷനുകളിലായാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വെഞ്ഞാറമൂട് പോലീസാണ് ഇനി കസ്റ്റഡിയിൽ വാങ്ങുന്നത്. പ്രധാനമായും അഫാന്റെ വീട്ടിലെ തെളിവെടുപ്പ്, കാമുകിയെയും അനുജനെയും കൊന്ന കേസിലാണ് ഇനി തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ളത്. അതോടൊപ്പം തന്നെ അമ്മയെ ആക്രമിച്ച സംഭവമുണ്ട്, അതും ഇതേ വീട്ടിലാണ്, ഈ പേരുമലയിലെ വീട്ടിലാണ് പ്രധാനമായും തെളിവെടുപ്പ് ഇനി പൂർത്തിയാകാനുള്ളത്. ഇതുകൂടി കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 3ഇടങ്ങളിലെയും തെളിവെടുപ്പ് പൂർത്തിയാകും. പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ വീട്, അതോടൊപ്പം തന്നെ പിതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ വീട്, ഇവിടങ്ങളിലൊക്കെ തന്നെ പാങ്ങോട് വെഞ്ഞാറമൂട് പോലീസുകൾ നേരത്തെ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. ഈ ഒരു തെളിവെടുപ്പ് കൂടി പൂർത്തിയായാൽ ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടിയിലേക്ക് പോലീസിന് കടക്കാൻ കഴിയും. 90 ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നതാണ്. സ്വാഭാവിക ജാമ്യം പ്രതിക്ക് ലഭിക്കാതിരിക്കണമെങ്കിൽ ഈ തരത്തിൽ കുറ്റപത്രം നൽകേണ്ടതുണ്ട്. അത് പോലീസിനെ സംബന്ധിച്ച് ഇതിൽ കാര്യമായ മറ്റു വെല്ലുവിളികളില്ല. കാരണം കൂടുതൽ പ്രതികളില്ല. ഈ ആയുധം വാങ്ങിയ കടയിലും അതോടൊപ്പം തന്നെ എലിവിഷം വാങ്ങിയ സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഈ കൊലപാതകങ്ങൾക്കിടെ പ്രതി സഞ്ചരിച്ചെത്തി മദ്യപിച്ച ബാറിലടക്കം തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി തെളിവെടുപ്പ് നടത്തേണ്ടില്ല. അതായത് സംസ്ഥാനത്തിന് പുറത്തേക്കോ മറ്റ് ജില്ലകളിലേക്കോ പോകേണ്ട ഒരു സാഹചര്യമില്ല. പോലീസിനെ സംബന്ധിച്ച് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളികളില്ലാത്ത ഒരു കേസ് തന്നെയാണ്. കാരണം ഇതിൽ കൃത്യമാണ് 5 പേരെയാണ് കൊലപ്പെടുത്തിയത്. 6 പേർക്ക് നേരെയുള്ള ആക്രമണം, അതിൽ 5 പേരും കൊല്ലപ്പെട്ടു. പ്രതി തന്നെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. താൻ ഇങ്ങനെ ആളുകളെ കൊലപ്പെടുത്തിയെന്ന കാര്യം സ്റ്റേഷനിൽ നേരിട്ടെത്തി പ്രതി തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, ഇനി അമ്മ ഷെമിയുടെ മൊഴി അത് കൂടുതൽ വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോഴും അവർ ഈ ആശുപത്രി വിട്ടെങ്കിലും ഒരു സംരക്ഷിത കേന്ദ്രത്തിലാണ്. അവരുടെ മൊഴി കൂടി കൂടുതലായി എടുക്കേണ്ടതുണ്ട്. അത് ഈ തുടർ നടപടികളുടെ ഭാഗമായിട്ടായിരിക്കും പോലീസ് രേഖപ്പെടുത്തുന്നത്. ഈ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് പിതാവ് നൽകുന്ന മൊഴി അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന് തന്നെയാണ്. അത് ശരിയുമാണ്. കാരണം അദ്ദേഹം വിദേശത്തായിരുന്നു. അദ്ദേഹം ഇവിടെ നടന്ന ഈ ചിട്ടിയോ അല്ലെങ്കിൽ മറ്റ് ബാങ്ക് വായ്പയോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കാര്യമായി അറിഞ്ഞിരുന്നില്ല എന്നത് വസ്തുതാപരമായ കാര്യമാണ്. മറ്റ് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരുന്ന അഫാൻ എങ്ങനെ ഈ ആഡംബര ജീവിതം നയിച്ചു എന്നതിനുള്ള മറുപടി തന്നെയാണ് ഇങ്ങനെ വലിയ തോതിൽ വന്നു കയറിയ കടം. 70 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടമുണ്ട് എന്ന കാര്യം അത് ഇപ്പോൾ ഷെമിയും സമ്മതിക്കുന്നുണ്ട്. വീട്ടുകാരുടെ എല്ലാം തന്നെ ഈ മരണം, കൊല്ലപ്പെട്ടവരുടെ വിവരമൊക്കെ ഈ മാതാവിനെ അറിയിച്ച സാഹചര്യം കൂടിയുണ്ട്. അവർക്ക് കൌൺസലിംഗ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ വിദഗ്ധർ അവരുമായി സംസാരിക്കുകയും അവർക്ക് ആവശ്യമായ കൌൺസിലിംഗ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ കേസിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് 3ാം ഘട്ട തെളിവെടുപ്പാണ്. അത് നാളെ നടക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതാണ് വിനോദ്, തെളിവെടുപ്പ് വളരെ നിർണായകമാണ്. അതുപോലെ തന്നെ വിനോദ് പറഞ്ഞ ഷെമിയുടെ, അഫാന്റെ അമ്മ ഷെമിയുടെ ഇനിയുള്ള മൊഴി അത് വളരെ നിർണായകമല്ലേ? കാരണം ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അഫാൻ അപ്പോൾ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്ത് മാനസികാവസ്ഥയിലായിരുന്നു അഫാൻ നേരത്തെ എന്നൊക്കെ കൂടുതൽ പറയാൻ കഴിയുന്നത് അമ്മയ്ക്കല്ലേ? അത്തരത്തിൽ ചോദ്യം ചെയ്യലിന് അല്ലെങ്കിൽ മൊഴി കൊടുക്കലിനൊക്കെ പൂർണ്ണമായും ആ രീതിയിലേക്ക് ആരോഗ്യവതി ആയോ ഷെമി? അല്ലെങ്കിൽ എപ്പോഴാണ് അന്വേഷണ സംഘം അത് പ്രതീക്ഷിക്കുന്നത്? അശ്വതി, ഈ കേസിൽ ഒരുപക്ഷെ ആദ്യം ഈ മരണങ്ങളെക്കുറിച്ച് അറിയാതിരുന്ന സമയത്ത് ഷെമി പറഞ്ഞത് താൻ കിടക്കയിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നാണ്. ഒരുപക്ഷെ സാധാരണ നിലയിൽ ഒരു മകനെ സംരക്ഷിക്കാൻ വേണ്ടി അമ്മയുടെ വാക്കുകൾ എന്ന നിലയ്ക്ക് തന്നെയാണ് അതിനെ കാണേണ്ടത്. പക്ഷേ ഇളയ മകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, മൂത്ത മകന്റെ കാമുകി കൊല്ലപ്പെട്ടിരിക്കുന്നു, പിതാവിന്റെ ഉമ്മ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഭർത്താവിന്റെ ജ്യേഷ്ഠനും അദ്ദേഹത്തിന്റെ സഹോദരിയും ഒക്കെയും ഈ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ഷെമി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവർ നൽകുന്ന മൊഴി ഈ കേസിൽ നിർണായകമാണ്. മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ ലഭിക്കേണ്ടതും ഷെമിയിൽ നിന്ന് തന്നെയാണ്. കാരണം അമ്മയോടും വൈരാഗ്യമുണ്ടായിരുന്നു എന്നാണ് അഫാൻ 2ാമത്തെ തെളിവെടുപ്പ് സമയത്തും അതിനു മുമ്പുമായി മൊഴി നൽകിയിട്ടുള്ളത്. ഈ 2ാമത്തെ തെളിവെടുപ്പ് സമയത്ത് കൃത്യമായി പറയുന്നുണ്ട്, പിതാവിന്റെ ജ്യേഷ്ഠൻ അദ്ദേഹം ശാസിക്കുകയും നേരത്തെ നൽകിയ പണം തിരികെ ചോദിക്കുകയും കൂടുതൽ പണം നൽകാതിരിക്കുകയും ചെയ്യുന്നതിനുള്ള വൈരാഗ്യം
അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നു, പിതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തുന്നു. അവർ സ്വർണം ചോദിച്ചിട്ട് നൽകിയില്ല, നേരത്തെ നൽകിയിട്ടുണ്ട്, പക്ഷേ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ നൽകാത്തതിൽ ഈ 23-കാരൻ പ്രകോപിതനാവുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. മാതാവിനോടും ഇതേ കാര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്, കാമുകിയോടും ഇതേ പ്രശ്നമാണ്. കാമുകി മാല നൽകുകയും പിന്നീട് അത് തിരികെ ചോദിക്കുകയും ചെയ്തതോടുകൂടി സമ്മർദ്ദത്തിലാകുന്നു. ഈ മാല തിരിച്ചെടുത്ത് കൊടുത്തെങ്കിൽ കൂടി തന്നെ കൂടുതൽ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന ഒരു വൈരാഗ്യം കാമുകിക്ക് എതിരെയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കാമുകിയെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. അനുജനെയും ആ തരത്തിൽ തന്നെയാണ്. പക്ഷെ അവിടെ എന്തെങ്കിലും ഒരു സാമ്പത്തിക കാര്യം പറയുന്നില്ല. പക്ഷേ ഈ പ്രതി എല്ലാവരോടും മനസ്സിലൊരു വൈരാഗ്യം സൂക്ഷിച്ചിരുന്നു എന്ന കാര്യം തന്നെയാണ്. അനുജനെ കൊലപ്പെടുത്തിയതോടുകൂടി താൻ തളർന്നുപോയി എന്ന മൊഴിയാണ് പോലീസിന് നൽകിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 5 പേരെ കൊലപ്പെടുത്തിയ കേസിൽ ശക്തമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംരക്ഷണം പ്രതിക്കുണ്ടാകരുത് എന്ന കാര്യം കൂടി പറയുന്നു. പിതാവിന്റെ അടക്കം നിലപാടുകൾ ആ തരത്തിൽ തന്നെയാണ്. സ്വീകരിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ നിയമപരമായ ഒരു സഹായം നൽകാൻ തയ്യാറല്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് അവരിപ്പോഴും നിലനിൽക്കുന്നത്. ഷമിയുടെ മൊഴി ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്. അശ്വതി. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്നു കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ, അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകും. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തു പറ്റി നമ്മുടെ നാടിന്? കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീട് സ്വന്തം വീട് പോലെ കാണണം, അതൊക്കെ. പക്ഷെ നമ്മൾ ജനിച്ചു വളർന്ന വീട് എങ്ങനെയാ നമ്മുടെ അല്ലാതാകുന്നത്? വീട്ടുകാർക്കല്ല പ്രശ്നം. ആദ്യത്തെ പ്രശ്നം കുടുംബക്കാർക്കും അയൽക്കാർക്കുമാണ്. പക്ഷെ പിന്നെ പിന്നെ അവരുടെ ചോദ്യങ്ങൾ വീട്ടുകാരും ചോദിച്ചു തുടങ്ങും. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്നാ പോണേ? അവൻ എന്താ വരാത്തെ? അവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലേ? നിങ്ങൾ പറ, എന്നെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഗസ്ട്രോളിലല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിന്നിട്ടുണ്ടോ? ഇല്ലല്ലേ? അതാണ്.
രാവിലെ തുടരുന്നു. ലവ് ജിഹാദ് ആരോപണത്തിൽ PC ജോർജിനെ പിന്തുണച്ച് സിറോ മലബാർ സഭയെ തള്ളി മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട്. പോലീസും ദേശീയ അന്വേഷണ ഏജൻസിയും അറിയാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയാൻ മെത്രാൻമാർക്ക് എങ്ങനെയാണ് കഴിയുന്നതെന്ന് പോൾ തേലക്കാട്ട് ചോദിച്ചു. ഇതര സമുദായങ്ങളുമായി സമാധാനത്തിൽ കഴിയാൻ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുമ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് പിതാക്കന്മാർ പറയുന്നത്. കാസ പോലുള്ള തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സഭയിൽ നിന്നുണ്ടാകുന്നത് നാണക്കേടാണ്. ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ വിവാഹപ്രായം തീരുമാനിക്കാനുള്ള എന്തുത്തരവാദിത്തമാണ് PC ജോർജിനുള്ളതെന്നും ഫാദർ പോൾ തേലക്കാട്ട് പരിഹസിച്ചു. ന്യൂസ് 18 Q18 പോൾ തേലക്കാട്ടിന്റെ പ്രതികരണം. സഭ, സിറോ മലബാർ സഭ ഇതിനകത്തെടുത്ത നിലപാട് അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണോ? PC ജോർജ് പറഞ്ഞതിൽ മതവിദ്വേഷം ഉണ്ടാക്കുന്ന ഒന്നുമില്ല എന്ന് പറയുകയും പത്രക്കുറിപ്പിറക്കുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അത് ആശ്ചര്യപ്പെടുത്തിയോ? തീർച്ചയായിട്ടും ആശ്ചര്യമുണ്ട്, സങ്കടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സിറോ മലബാർ സഭ 2020 ജനുവരി 14 പ്രസ്താവന ഇറക്കി ലവ് ജിഹാദ് ഉണ്ടെന്നും പറഞ്ഞു. പോലീസിന് NIAക്ക് അറിയാൻ പാടില്ലാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് മെത്രാന്മാരെങ്ങനെയാണ് അറിഞ്ഞത്? അങ്ങനെ അറിഞ്ഞെങ്കിൽ പോലീസിലുള്ള പറയേണ്ടത്, സമൂഹത്തിലുള്ള ഉണ്ടാക്കല്ല ചെയ്യേണ്ടത്. ഇത് കുറ്റകരമാണ് എന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് സമുദായം അംഗങ്ങൾ ചിന്തിക്കുന്നതല്ല ഈ പുറത്തേക്ക് വരുന്ന ഈ നിലപാട് എന്ന് കൂടിയാണ് ഫാദർ പോൾ തേലക്കാട്ട് പറയുന്നത്, അല്ലേ? ഇസ്ലാം മതവിശ്വാസികളുമായിട്ടും ഹിന്ദുക്കളായിട്ടുമൊക്കെ സൗഹാർദ്ദത്തിൽ ജീവിക്കാനാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്നത്. അതിന് വിരുദ്ധമായി പിതാക്കന്മാരായാലും അച്ഛന്മാരായാലും ആരായാലും കുറച്ചുകൂടി ഉത്തരവാദിത്വപൂർവ്വം പെരുമാറണം. PC ജോർജും സ്ത്രീ പുരുഷന്മാർ സമന്മാരായിട്ടും സമത്വമുള്ളവരായിട്ടും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് അവരുടെ അവകാശങ്ങളുണ്ട്, അവർക്ക് അവരുടെ പഠിക്കാനും വളരാനുള്ള എല്ലാ സന്ദർഭങ്ങളുണ്ട്. അവരുടെ കല്യാണം കഴിക്കണമെന്ന കാര്യം അവരുടെ കുടുംബവും അവരുമാണ് തീരുമാനിക്കേണ്ടത്. അത് ആരുടെ മേൽ കെട്ടിയേൽപ്പിക്കാനും ഇത്ര പ്രായത്തിൽ കല്യാണം കഴിച്ചോളണം എന്നൊരു കൽപ്പന ഇറക്കാനൊന്നും PC ജോർജിന് എന്താണ് ഉത്തരവാദിത്വം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാസ പോലുള്ള മുസ്ലിം വൈരത്തിൻ്റെ സംഘടനകൾ ഇവിടെ വളരുന്നുണ്ട്. അത് വിവേകത്തോടെ കാണാനും അതിനെ നിയന്ത്രിക്കാനും അങ്ങനെ അതിനകത്തേക്ക് പോയി വൈരത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളാകാതെ വേഗപൂർവ്വം വർദ്ധിക്കാൻ എല്ലാവരെയും ഉപദേശിക്കുകയും എല്ലാവരെയും നേർവഴിക്കുകയും നടത്തേണ്ടവർ തന്നെ വഴിതെറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് ഏറ്റവും നിർഭാഗ്യകരമാണ്. സമൂഹവും ജനങ്ങളും തിരിച്ചറിയണം ഇത്തരം പ്രവൃത്തികളെ, ഇത്തരം നടപടികളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നുണ പറയുക, വ്യാജങ്ങൾ ചെയ്യുക, വാക്ക് മാറുക, നുണ പ്രത്യക്ഷമായി പറയുക, ഇതൊന്നും സഭയുടെ നേതാക്കന്മാരിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മാർപ്പാപ്പയോട് പോലും നുണ പറഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏത് യുദ്ധം ചെയ്യാനും നുണ പറഞ്ഞ് യുദ്ധം ജയിക്കാം എന്ന് കരുതുന്നവർ നുണയുടെ ആളുകളായി മാറും. സഭയുടെ തലത്തിലുള്ളവർ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി തോൽക്കാൻ സന്നദ്ധരാകേണ്ടവരാണ്. അവിടെ ജയിക്കാൻ വേണ്ടി നുണ പറയുകയും അധർമ്മം കാണിക്കുകയും അനീതി ചെയ്യുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ഗൗരവമായി സഭാമണ്ഡലത്തിൽ ചർച്ചകൾ ഉണ്ടാകേണ്ടതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൂ. കൂടുതൽ ഇതൊക്കെ പറഞ്ഞ് സ്വന്തം കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് നാറ്റിക്കുന്നു എന്നുള്ള ആക്ഷേപത്തിന് വിധേയമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഭയുടെ അകത്തു നിന്ന് ആത്മവിമർശനം തയ്യാറാകണം. ആത്മവിമർശനമില്ലാത്ത ഏത് സമുദായവും പുരോഗമിക്കില്ല, ആരോഗ്യകരമായി വളരില്ല, നന്നാവില്ല. അതാണ് ഫാദർ പോൾ തേലക്കാട്ടിന് പറയാനുള്ളത്. CPMന്റെ പുതിയ ആസ്ഥാന മന്ദിര നിർമ്മാണം അവസാന ഘട്ടത്തിൽ. AKG സെന്ററിന് എതിർവശത്താണ് ആധുനിക സൗകര്യങ്ങളോടെയുള്ള ബഹുനില മന്ദിരം നിർമ്മാണം പുരോഗമിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാലുടൻ ഉദ്ഘാടനം നടത്തിയേക്കും. പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ രൂപഭംഗി വെള്ളയും ചുവപ്പും ഇടകലർന്നാണ് AKG സെന്റർ. എന്നാൽ പുതിയ മന്ദിരത്തിന് ഒറ്റ നിറം, ചുവപ്പ്. കേരളത്തിലെ CPMന്റെ പ്രൗഢിയും ശേഷിയും വിളിച്ചറിയിക്കുന്ന ബഹുനില മന്ദിരം. ബേസ്മെന്റിലെ 2 നിലകൾ ഉൾപ്പെടെ 9 നിലകളിലായാണ് നിർമ്മാണം. AKG സെന്ററിന്റെ എതിർവശത്ത് 6.5 കോടി രൂപയ്ക്ക് പാർട്ടി വാങ്ങിയ 32 സെന്റിൽ 5380 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം. ആധുനിക സൗകര്യങ്ങളോടെയുള്ള മന്ദിരത്തിൽ കോൺഫറൻസ് ഹാളുകളും നേതാക്കൾക്ക് താമസ സൗകര്യവും ഉണ്ടാകും. ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടെ
നിലവിലെ AKG സെന്റർ പൂർണ്ണമായും പഠന ഗവേഷണ കേന്ദ്രമായി മാറും. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹത്തിന്റെ പേരിലാണ് സ്ഥലം വാങ്ങിയതും നിർമ്മാണം തുടങ്ങിയതും. പാർട്ടി ആസ്ഥാനത്തിന് കോടിയേരിയുടെ പേര് നൽകുമെന്നും സൂചനയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വടക്കൻ ഗസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 9 ജീവകാരുണ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇത്. വടക്കൻ ഗസയിലെ ബെയ്റ്റ് ലാഹിയയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 9 ജീവകാരുണ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരുക്കേറ്റു. എൻക്ലേവ് ഗവൺമെന്റ് മീഡിയ ഓഫീസാണ് ആക്രമണവും മരണവും സ്ഥിരീകരിച്ചത്. ഡ്രോൺ ആക്രമണത്തിന് തുനിഞ്ഞ ഭീകര ലക്ഷ്യമിട്ടുള്ള പ്രത്യാക്രമണമായിരുന്നു ഇതെന്നാണ് ഇസ്രയേൽ വിശദീകരണം. ഗസയിൽ മാനുഷിക ദുരിതാശ്വാസ പ്രവർത്തനം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ സംഘത്തിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ട 9 പേരിൽ 3 പേർ. കുടിയിറക്കപ്പെട്ട നിസ്സഹായരായ മനുഷ്യർക്ക് സഹായം എത്തിക്കുന്നവരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഹമാസ് പ്രതികരിച്ചു. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ 1 മാസത്തേക്ക് കൂടി നീട്ടുന്നതിന് പകരമായി ഹമാസ് തടവിലുള്ള മറ്റു ബന്ദികളെ കൂടി മോചിപ്പിക്കാനുള്ള അമേരിക്കൻ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഇസ്രയേലിന്റെ മാരകമായ ഈ ആക്രമണം. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. യമനിൽ ഹൂതി താവളങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. ചെങ്കടലിൽ US യുദ്ധക്കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്നതിനാലാണ് തിരിച്ചടി. US കപ്പലുകൾക്ക് നേരെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്നുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. VR കാർത്തിക് വിവരങ്ങളുമായി ചേരുന്നു. കാർത്തിക്, ഗുഡ് മോർണിംഗ്. ട്രംപിന്റെ 2ാം ടേമിൽ നടത്തുന്ന വലിയൊരു സൈനിക ആക്രമണം എന്ന രീതിയിൽ തന്നെ ഇതിനെ കാണണ്ടേ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് അശ്വതി. അതുതന്നെയാണ് ഈ ആക്രമണത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധയും. കാരണം ട്രംപ് ഭരണകൂടം 2ാമതും അധികാരത്തിലെത്തിയ ശേഷം മിഡിൽ ഈസ്റ്റിൽ നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണ് യമനിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇന്ന് കഴിഞ്ഞ രാത്രിയിൽ US നടത്തിയ ആക്രമണം. യമൻ തലസ്ഥാനമായ സനയിലാണ് USന്റെ അതിശക്തമായ വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സനയിലെ വടക്കൻ ജില്ലയായ ഷൗബ്, കിഴക്കൻ ജറാഫ്, ദമാർ പ്രവിശ്യകളിലാണ് അതിശക്തമായ ആക്രമണം ഉണ്ടായത്. ഈ കിഴക്കൻ ജറാഫ് മേഖല കുറഞ്ഞത് അവിടെ 4 വ്യോമാക്രമണങ്ങൾ എങ്കിലും ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അവിടെയാണ് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടതും. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 13 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. കാരണം സമീപകാലത്ത് ഹൂതി കേന്ദ്രങ്ങളിൽ നടന്ന വ്യോമാക്രമണങ്ങളിൽ ഏറ്റവും ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ രാത്രി ഉണ്ടായത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതൊരു തുടക്കമെന്നും ആക്രമണം തുടരും എന്നുമാണ് അമേരിക്ക നൽകുന്ന മുന്നറിയിപ്പ്. എന്നാൽ എന്ത് തരം തിരിച്ചടി ഉണ്ടെങ്കിലും എന്ത് വെല്ലുവിളിയും നേരിടാൻ തയ്യാറാണെന്നും ഇതിന് ശക്തമായ തിരിച്ചടി നൽകാം എന്നുമാണ് ഹൂതി തലവന്മാർ നൽകുന്ന സൂചനയും. ഇതിനാധാരമായി US പറയുന്ന കാരണം 2023 മുതൽ ചെങ്കടലിൽ നിരന്തരം കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. സൈനിക കപ്പലുകൾക്ക് നേരെയും അതോടൊപ്പം തന്നെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയും 2023 മുതൽ 145ഓളം തവണയാണ് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. മാർച്ച് ആദ്യവാരം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട കരാർ അവസാനിച്ചെന്നും അതിനെ തുടർന്ന് ഗസയിലേക്കുള്ള സഹായങ്ങൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായിരുന്നു. ആ നടപടിക്കെതിരെ പ്രതിഷേധം ഉണ്ടാകുമെന്നും ഇത്തരത്തിൽ ഇസ്രയേൽ കപ്പലുകൾ ചെങ്കടലിലൂടെ കടന്നു പോകുമ്പോൾ ആക്രമിക്കുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് USന്റെ ആക്രമണം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും ഹൂതികൾക്ക് സഹായം നിർത്തണമെന്നും അല്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരുമെന്നും ഹൂതികൾക്ക് സാമ്പത്തിക സഹായവും മറ്റ് സഹായങ്ങളും എല്ലാം നൽകുന്ന ഇറാനും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നേരത്തെ പറഞ്ഞതുപോലെ ട്രംപ് ഭരണകൂടം അധികാരത്തിലെത്തിയ ശേഷം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഏറ്റവും വലിയ സൈനിക നടപടി. ഈ സൈനിക നടപടിയോട് ഹൂതികൾ എങ്ങനെ തിരിച്ചടിക്കും, അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രതികരണം എന്തൊക്കെയാവും എന്നതാവും വരും മണിക്കൂറുകളിൽ ഇതിനെ നിർണായകമാക്കുക. അശ്വതി. ശരി കാർത്തിക്. അമേരിക്കയിലേക്കുള്ള പ്രവേശനത്തിന് 43 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിലക്കും നിയന്ത്രണവും ഏർപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നു. യാത്രാ നിയന്ത്രണങ്ങളിലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ റഷ്യയും പാകിസ്ഥാനും ഉൾപ്പെടും. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് 2ാം തവണ ചുമതലയേറ്റപ്പോൾ ജനുവരി 20 പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് നടപ്പാക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത ന്യൂയോർക്ക് ടൈംസ് ആണ് പുറത്തുവിട്ടത്. 43 രാജ്യങ്ങളെ ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നീ 3 പട്ടികയായി തിരിച്ചാവും
അമേരിക്കയിലേക്കുള്ള പ്രവേശന നിരോധനവും നിയന്ത്രണവും ഏർപ്പെടുത്തുക. പ്രവേശന നിരോധനം ഏർപ്പെടുത്തിയ ചുവപ്പ് പട്ടികയിൽ 11 രാജ്യങ്ങളാണ്. അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, ഇറാൻ, ലിബിയ, ക്യൂബ, ഉത്തര കൊറിയ, സിറിയ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളാണ് ചുവപ്പ് പട്ടികയിൽ. പ്രവേശന നിയന്ത്രണമുള്ള 11 രാജ്യങ്ങളടങ്ങിയ ഓറഞ്ച് പട്ടികയിലാണ് റഷ്യയും പാകിസ്ഥാനും മ്യാൻമറും ഉൾപ്പെടുന്നത്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥിരം ബിസിനസ് യാത്രക്കാർക്കൊഴികെ എല്ലാവർക്കും കർശന പരിശോധനയ്ക്ക് ശേഷമേ വിസ നൽകൂ. സുരക്ഷാ പോരായ്മകൾ പരിഹരിക്കാനായി 60 ദിവസത്തെ കാലാവധി നൽകിയ മഞ്ഞ പട്ടികയിൽ 22 രാജ്യങ്ങൾ ഉണ്ടാവുമെന്നാണ് സൂചന. കാമറൂൺ, കോങ്കോ, മാലി, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് 7 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് വന്ന ബൈഡൻ ഭരണകൂടമാണ് ഇത് റദ്ദാക്കിയത്. ഇപ്പോൾ ഈ പട്ടിക വിപുലീകരിച്ച് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വനിതാ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന് 2ാം കിരീടം. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 8 റൺസിന്റെ വിജയമാണ് നേടിയത്. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ മുംബൈ 149 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് 141 റൺസിൽ ഒതുങ്ങുകയായിരുന്നു. ഇന്ന് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ഫൈനലിൽ ഇന്ത്യ മാസ്റ്റേഴ്സ് വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സിനെ നേരിടും. ഇന്ത്യൻ ടീമിനെ സച്ചിൻ നയിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസിനെ ബ്രയൻ ലാറ നയിക്കും. MS ഹരികൃഷ്ണനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. ഹരി, ഗുഡ് മോർണിംഗ്. എന്താണ്, ഏത് രീതിയിലായിരുന്നു കിരീട നേട്ടം, എന്തൊക്കെയായിരുന്നു വിജയ സാധ്യതകൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. WPLന്റെ 3ാം എഡീഷനിലാണ് മുംബൈ ഇന്ത്യൻസിന്റെ 2ാം കിരീട നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഹർമൻപ്രീത് കൗർ ആയിരുന്നു മുംബൈയുടെ ക്യാപ്റ്റനായിട്ട് വന്നിരുന്നത്. അതോടൊപ്പം തന്നെ ലാനിംഗ് ആയിരുന്നു ഡൽഹിയുടെ ക്യാപ്റ്റൻ. പക്ഷേ വലിയൊരു സാധ്യത ഡൽഹിക്ക് മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ 3 തവണയും ഡൽഹി ഫൈനലിലേക്ക് എത്തിയിട്ടും ഒറ്റ തവണ പോലും വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ള നിർഭാഗ്യകരമായ ടീമായിട്ട് WPLൽ ഡൽഹി ക്യാപിറ്റൽസ് മാറുകയാണ്. ആദ്യം മുംബൈ ഇന്ത്യൻസിനായിരുന്നു ബാറ്റിംഗ് നയിക്കുകയായിരുന്നു ഡൽഹി ടോസ് നേടിയതിന് ശേഷം. പിന്നാലെ 149 റൺസ് മുംബൈ ഇന്ത്യൻസ് സ്കോർ ചെയ്യുകയും ചെയ്തു. അതിൽ ഹർമൻപ്രീത് കൗർ എന്ന ക്യാപ്റ്റൻ, അവരുടെ ക്യാപ്റ്റൻ 66 റൺസ് നേടിയെടുത്തുകൊണ്ടാണ് 149 റൺസിലേക്ക് എത്തിച്ചത്. മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ ഡൽഹി 141 ഒതുങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പറയേണ്ടിയിരുന്നത്. അപ്പോൾ തുടക്കത്തിൽ മുംബൈക്ക് 2 ഓപ്പണർമാരെ നഷ്ടപ്പെട്ടെങ്കിൽ പോലും പിന്നാലെ വന്ന ഹർമൻപ്രീത് കൗറാണ് മുംബൈയെ വിജയത്തിലേക്ക് നയിച്ചത്. അതുതന്നെയാണ് മുംബൈ 2ാം കിരീട നേട്ടത്തിലേക്ക് മാറ്റുകയും ചെയ്തത്. ആദ്യ സീസൺ മുംബൈ നേടുകയും പിന്നാലെ ബാംഗ്ലൂരായിരുന്നു ജേതാക്കൾ. പിന്നീട് വീണ്ടും മുംബൈ ഇപ്പോൾ കിരീട നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ മാസ്റ്റേഴ്സ് ലീഗിലെ ഫൈനലിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള മത്സരമാണ് ഇന്ന് ഏറ്റവും ശ്രദ്ധേയം. അവർ തന്നെയാണ് ഫൈനൽ കളിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ ടീമിനെ നയിക്കുകയാണ്. മറുവശത്ത് വെസ്റ്റ് ഇൻഡീസിന്റെ ക്യാപ്റ്റനായി ബ്രയൻ ലാറയും എത്തുന്നു. നമ്മളൊരു 90കളിലൊക്കെ ക്രിക്കറ്റിൽ അത്രമേൽ സ്നേഹിച്ചിരുന്നവർക്കൊക്കെ തന്നെ ഒരു വലിയ എന്താ പറയുക, ഒരു ഗോൾഡൻ എറ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇന്നത്തെ മത്സരം മാറുന്നത്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, യുവരാജ് 59 റൺസ് 7 സിക്സോടുകൂടി അടിച്ചുകൊണ്ട് ഫൈനലിലേക്ക് ഇന്ത്യൻ മാസ്റ്റേഴ്സിനെ കൊണ്ടെത്തിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് വെസ്റ്റ് ഇൻഡീസും ശ്രീലങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫൈനലിലേക്ക് എത്തുകയും ചെയ്തത്. ഈ 2 താരങ്ങൾ മാത്രമല്ല, ഈ ടീമിലുടനീളമുള്ള പ്രധാനപ്പെട്ട ഇന്ത്യൻ ഒരു നാൾ 2 രാജ്യങ്ങളെയും തോളിലേറ്റിയിരുന്ന പ്രധാന താരങ്ങൾ എല്ലാവരും തന്നെ ഇന്നത്തെ ഫൈനലിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ 90കളിലും ക്രിക്കറ്റിനെ അധികമായി സ്നേഹിച്ചിരുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇന്നത്തെ മത്സരം ഒരു ഗംഭീര വിരുന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മത്സരം വളരെ നിർണായകമായി ഏത് ടീമിന് ജയിക്കുമെന്നുള്ള നിർണായകമായ ഘട്ടത്തിലേക്ക് ഇന്നത്തെ ഫൈനൽ മാറുകയും ചെയ്തു. അശ്വതി, ശരി. MS ഹരികൃഷ്ണനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ.
പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകും. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. കല്യാണം കഴിഞ്ഞ ഭർത്താവിൻ്റെ വീട് സ്വന്തം വീട് പോലെ കാണണം, അതൊക്കെ. പക്ഷെ നമ്മൾ ജനിച്ചു വളർന്ന വീട് എങ്ങനെയാ നമ്മുടെ അല്ലാതാകുന്നത്? വീട്ടുകാർക്കല്ല പ്രശ്നം. ആദ്യത്തെ പ്രശ്നം കുടുംബക്കാർക്കും അയൽക്കാർക്കുമാണ്. പക്ഷെ പിന്നെ പിന്നെ അവരുടെ ചോദ്യങ്ങൾ വീട്ടുകാരും ചോദിച്ചു തുടങ്ങും. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്നാ പോണേ? അവൻ എന്താ വരാത്തെ? അവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലേ? നിങ്ങൾ പറ, എന്തെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഗസ്റ്റ് റോളിലല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിന്നിട്ടുണ്ടോ? ഇല്ലല്ലേ? അതാണ്. വീണ്ടും വാർത്തയിലേക്ക്. കാസർഗോഡ് തൃക്കരിപ്പൂർ ടൗൺ വ്യാപാരികളുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഹയാത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ 19 വർഷമായി വ്യാപാരികൾ ഇഫ്താർ സംഗമം നടത്തുന്നുണ്ട്. കാസർഗോഡ് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി MI ഷാജി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ മുഖ്യപ്രഭാഷണവും ആദരിക്കൽ ചടങ്ങും നടത്തി. ചന്തേര CI KP സതീഷ്, സബ് ഇൻസ്പെക്ടർ തമ്പാൻ, ചുഴലി മുഹുയുദ്ദീൻ മൗലവി എന്നിവർ സംസാരിച്ചു. മൂന്നാറിന്റെ വഴിയോരങ്ങളിൽ അഴക് വിരിയിച്ച് നിൽക്കുന്ന നീലവാഗ മരങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. ജക്രാന്ത എന്ന പേരിൽ അറിയപ്പെടുന്ന നീല നിറത്തിലുള്ള പുഷ്പങ്ങളാണ് മൂന്നാറിന്റെ മലനിരകളിൽ നീലവസന്തം അണിയിച്ചിരിക്കുന്നത്. മൂന്നാറിലെ പച്ചപ്പിന് നടുവിലെ നീലവസന്തം കാഴ്ചയ്ക്കേറെ ഭംഗി നൽകുന്നതാണ്. പാതയോരങ്ങളിലാകെ നീലവാഗപ്പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഇലകൾ പൊഴിച്ച് നിറയെ പൂക്കളുമായി നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ മൂന്നാറിന്റെ ഭംഗിയുള്ള കാഴ്ചകളിലൊന്നാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ജക്രാന്ത മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. റോഡരികിൽ കൂട്ടമായി പൂത്തൊലിഞ്ഞു നിൽക്കുന്ന ജക്രാന്തകൾ കാണുവാൻ നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട്. പാതയോരങ്ങളും ഉദ്യാനങ്ങളുമൊക്കെ മോടി പിടിപ്പിക്കുവാൻ വിദേശ രാജ്യങ്ങളിലും നീലവാഗകൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. ജക്രാന്തയുടെ ശാസ്ത്രനാമം മിമോസിഫോളിയ എന്നതാണ്. മധ്യവേനൽ അവധിക്കാലത്ത് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് നീലവാഗകൾ കൂടുതൽ മനോഹര കാഴ്ചകൾ സമ്മാനിക്കും. ന്യൂസ് 18 ഇടുക്കി. ഇനി ഇന്നിത് സംഭവിക്കും. ക്രൂട്ടൺ സഞ്ചാരികൾ ഇന്ന് ബഹിരാകാശ നിലയത്തിലെത്തും. ഇന്ത്യൻ സമയം രാവിലെ 9:13 ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിൽ ഘടിപ്പിക്കുക. 10:35 4 ബഹിരാകാശ സഞ്ചാരികൾ നിലയത്തിനകത്തേക്ക് പ്രവേശിക്കും. സുനിത വില്യംസ് ഉൾപ്പെടെയുള്ളവർ പുതിയ സംഘത്തെ സ്വീകരിക്കും.
സംസ്ഥാനത്ത് വിവിധ പഞ്ചായത്ത് ഓഫീസുകൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കും. പോത്താനിക്കാട് പഞ്ചായത്തും വാകത്താനം പഞ്ചായത്തും തുറന്ന് പ്രവർത്തിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. നികുതി സ്വീകരിക്കാനാണ് നടപടി. ആറാമത് ഇരിങ്ങാലക്കുട അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഞായറാഴ്ച കൊടിയിറങ്ങും. മേളയുടെ ഭാഗമായി ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി ഏർപ്പെടുത്തിയ നവാഗത സംവിധായകനുള്ള CR കേശവൻ വൈദ്യർ മെമ്മോറിയൽ പുരസ്കാരം വിക്ടോറിയ എന്ന ചിത്രത്തിന്റെ സംവിധായിക J. ശിവരഞ്ജിനിക്ക് സമ്മാനിക്കും. റിട്ടയർഡ് ചീഫ് സെക്രട്ടറി K. ജയകുമാർ, ഡോക്ടർ CG രാജേന്ദ്ര ബാബു, CS വെങ്കടേശ്വരൻ എന്നിവർ അടങ്ങുന്ന ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. കണ്ണൂർ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഞായറാഴ്ച ക്ഷേത്രത്തിൽ പഞ്ചാരിമേളം അരങ്ങേറും. കാൽനൂറ്റാണ്ടായി തലശ്ശേരി തിരുവങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുവരുന്ന സോപാനം വാദ്യ കലാലയത്തിലെ കലാകാരന്മാരാണ് പഞ്ചാരിമേളം നടത്തുന്നത്. രാവിലെ ആണ് ക്ഷേത്ര പരിസരത്ത് മേളം. ചെറുതാഴം രാജീവ്മാരാരുടെ നേതൃത്വത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 2 സ്ത്രീകളും 11 വിദ്യാർത്ഥികളും അടങ്ങിയ സംഘത്തിൽ 50ഓളം കലാകാരന്മാർ അണിനിരക്കും. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ സംഘടിപ്പിച്ച കലാമേളയ്ക്ക് ഇന്ന് തുടക്കമാകും. വർണ്ണപ്പകിട്ട് എന്ന പേരിലുള്ള കലാമേള നാളെ സമാപിക്കും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. തിരുവനന്തപുരം കല്ലറ കുറുമ്പയം ആയിരവില്ലി ക്ഷേത്രത്തിലെ 10ാമത് പ്രതിഷ്ഠാ വാർഷികവും ചോദ്യോത്സവവും ഇന്നു മുതൽ. അന്നദാനവും കലാപരിപാടികളും നടക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഉത്സവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ഇന്ന് ഇന്ത്യയിലെത്തും. വ്യാഴാഴ്ച വരെയാണ് സന്ദർശനം. നാളെ മോദിയുമായും രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും ലക്സൺ കൂടിക്കാഴ്ച നടത്തും. ലക്സന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത്. വനം വകുപ്പിന്റെ നിലപാടുകൾക്കെതിരെ കേരള ഇൻഡിപെൻഡന്റ് ഫാമേഴ്സ് അസോസിയേഷൻ കിഫ സംഘടിപ്പിക്കുന്ന സമരപഥം ഇന്ന് 4:30 ചെക്കിട്ടപ്പാറ അങ്ങാടിയിലാണ് പരിപാടി. യോഗത്തിൽ വെച്ച് വനത്തിന് വെളിയിൽ റവന്യൂ ഭൂമിയിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെക്കാൻ ഐക്യകണ്ഠേന തീരുമാനമെടുത്ത ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരെയും ആദരിക്കും. പാലാ ജനകീയ സമിതി അഖില കേരള വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഇന്നു മുതൽ 23 വരെ കൊല്ലപ്പള്ളി പഞ്ചായത്ത് ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ 10 പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കും. അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ലീഗിൽ ഇന്ന് കലാശപ്പോര്. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ഫൈനൽ റായ്പൂരിലെ ഷഹീദ് വീർ നാരായൺ സിംഗ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കും. ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇന്ത്യ മാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ. ഇന്ന് വെംബ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കരാബാവോ കപ്പ് ഫൈനലിൽ ലിവർപൂളും ന്യൂകാസിൽ യുണൈറ്റഡും തമ്മിൽ ഏറ്റുമുട്ടും. നിലവിൽ പ്രീമിയർ ലീഗിൽ മുന്നിട്ട് നിൽക്കുന്ന ലിവർപൂൾ ആർനെ സ്ലോട്ടിന് കീഴിലെ ആദ്യ കിരീടമാണ് ലക്ഷ്യമിടുന്നത്. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്.
വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള മൂന്നാം ഘട്ട തെളിവെടുപ്പ് വൈകാതെ നടക്കും. വെഞ്ഞാറമൂട് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. നാളെ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കും എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തുകയും അമ്മയെ ഗുരുതരമായി ആക്രമിക്കുകയും ചെയ്ത അഫാന്റെ വീട്ടിലാണ് പ്രധാന തെളിവെടുപ്പ് നടക്കുക. വി വിനോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ്, അഫാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പലതും നമ്മളെ ഞെട്ടിച്ചതാണ്. ഇനിയും തെളിവെടുപ്പ് തുടരുമെന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക? ഇതുവരെ എവിടെയൊക്കെയാണ് അഫാനെ എത്തിച്ചിരുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലത്തേതും മൂന്നാമത്തേതുമായ തെളിവെടുപ്പാണ് നടക്കാനുള്ളത്. ഈ മൂന്നാം ഘട്ട തെളിവെടുപ്പ് എന്നത് അഫാന്റെ തന്നെ വീട്ടിലാണ്. അഫാന്റെ വീട്ടിലാണ് കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തിയത്. മാതാവ് ഷമിയെ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതും ഇതേ വീട്ടിലാണ്, പേരുമലയിലെ വീട്ടിലാണ്. അവിടെയാണ് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനവും അവസാനത്തേതുമായ തെളിവെടുപ്പ് നടക്കുന്നത്. മറ്റിടങ്ങളിൽ, കൊലപാതകം നടന്ന മറ്റിടങ്ങളിൽ പിതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ പാങ്ങോടും പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ അവരുടെ വീട്ടിലും ഇതിനകം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. വെഞ്ഞാറമൂട് പാങ്ങോട് പോലീസ് സ്റ്റേഷനുകൾ ആ പരിധിയിലാണ് ഈ കേസ് വരുന്നത്. ഈ രണ്ട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഈ തെളിവെടുപ്പുമായി മുന്നോട്ട് പോകുന്നത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതിൽ സാമ്പത്തിക കുറ്റകൃത്യം അതിന്റെ വകുപ്പുകൾ കൂടി ചേർത്ത് മറ്റൊരു കേസ് എടുക്കുന്ന കാര്യം കൂടി ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് പണം കടമായി നൽകിയ ആളുകളുണ്ട്, വായ്പ നൽകിയ അത് പലിശയ്ക്ക് നൽകി എന്ന കാര്യമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതും ഉയർന്ന പലിശയ്ക്കാണ്. ഈ കുടുംബം പ്രതിസന്ധിയിലാകുന്നതിന് അതും ഒരു കാരണമായി. അഫാന്റെ കുറ്റകൃത്യം അതിന്റെ ഒരു ഓരോ സ്വഭാവം അവിടെ നിൽക്കുന്നുണ്ട്. അഫാനെതിരെയുള്ള കുറ്റപത്രം ഉണ്ടാകും, വിട്ടുവീഴ്ചയില്ലാത്ത കുറ്റപത്രമായിരിക്കും പ്രതിക്കെതിരെ ഉണ്ടാവുക. അതോടൊപ്പം തന്നെയാണ് ഈ നമ്മൾ മീറ്റർ പലിശ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഉയർന്ന പലിശയ്ക്ക് പണം നൽകിയ രേഖകൾ അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ 23 വയസ്സുകാരൻ മറ്റ് തൊഴിലൊന്നും ഇല്ലാതെ നടന്ന ഒരു 23-കാരനാണ്. മാതാവിനും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നില്ല. ഇവർ ചിട്ടി നടത്തുകയും പലരിൽ നിന്നായി പണം കടം വാങ്ങുകയും ചെയ്തിരുന്നു. അവരുടെ ജീവിതമാകട്ടെ ഒരു പരിധിവരെ ആഡംബരം എന്ന് പറയാവുന്ന തരത്തിലായിരുന്നു. ആദ്യം 1.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണും പിന്നീട് 50,000 രൂപയുടെ മൊബൈൽ ഫോണും ഇതിനിടയ്ക്ക് തന്നെ 2 ലക്ഷം രൂപയുടെ ബൈക്കും മറ്റൊരു ബുള്ളറ്റും കാറും ഒക്കെ വാങ്ങുന്ന നിലയിലേക്ക് പോയിരുന്നു. പക്ഷേ ഈ ജീവിതം കുത്തിമുട്ടിക്കാൻ ചില കാര്യങ്ങൾ കൂടി, ഈ കോഴി വളർത്തലും കോഴിമുട്ടയുടെ വിൽപ്പനയും അടക്കമുള്ള കാര്യങ്ങൾ ഷമി ചെയ്തിരുന്നു എന്ന കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഏതാണ്ട് 70 ലക്ഷം രൂപയ്ക്കടുത്തുള്ള ഒരു ബാധ്യത വന്നു കയറിയത് ഈ കുടുംബത്തെ പ്രതിസന്ധിയിലാക്കി എന്നത് ഒരു വസ്തുതയായി മറ്റൊരു വശത്ത് നിൽക്കുന്നുണ്ട്. പിതാവ് അബ്ദുൾ റഹീം പറയുന്നത് അദ്ദേഹത്തിന് ഈ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ്. അദ്ദേഹം പറയുന്നത് ശരിയുമാണ്. കാരണം 8 വർഷമായി അദ്ദേഹം വിദേശത്ത് തുടരുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം അറിയാതെ തന്നെ ആകണം ഇവർ ഈ ചിട്ടി നടത്തുകയോ അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുകയോ ചെയ്തത്. മാത്രമല്ല അഫാൻ ഈ കഴിഞ്ഞ 2 തെളിവെടുപ്പുകളിലായി നൽകിയിട്ടുള്ള മൊഴി, നേരത്തെ ചോദ്യം ചെയ്യലിൽ നൽകിയിട്ടുള്ള മൊഴി അനുസരിച്ചാണെങ്കിൽ വൈരാഗ്യം തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്ക് കാരണമായതെന്നാണ്. അനുജനെ കൊല്ലുമ്പോൾ താൻ തളർന്നുപോയി എന്ന് പറയുന്നു. മാതാവിനോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. സ്വർണ്ണമാല ആദ്യം കടമായി നൽകിയ കാമുകിയുണ്ട്. ഈ മാല വേണമെന്ന സമ്മർദ്ദം ഉണ്ടാവുകയും അത് തിരികെ എടുത്ത് കൊടുക്കേണ്ടിയും വരുന്നു. അതോടുകൂടി കാമുകിയോടും വൈരാഗ്യമായി. പിതാവിന്റെ ജ്യേഷ്ഠനോടും ആ തരത്തിൽ തന്നെയാണ്. അവർ ആദ്യം സാമ്പത്തികമായി സഹായിച്ചു, പിന്നീട് അവരുടെ ഭാഗത്തു നിന്ന് ചില ശാസനകളും ആ തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടായി. പണം തിരികെ ചോദിക്കുന്ന നിലയും ഉണ്ടായി. ഇതൊക്കെ തന്നെ വൈരാഗ്യത്തിലേക്ക് നയിച്ചു. പിതാവിന്റെ ഉമ്മയോടും ആ നിലയ്ക്ക് തന്നെയാണ്. ആദ്യമൊക്കെ പണവും സ്വർണവും ഒക്കെ കൊടുത്തെങ്കിലും ഏറ്റവും ഒടുവിൽ അവർ അതിന് തയ്യാറായിരുന്നില്ല. തന്റെ മരണം വരെ തനിക്ക് കുറച്ച് സ്വർണം വേണം, തന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ ആ സ്വർണം വേണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലായിരുന്നു 80 വയസ്സ് കഴിഞ്ഞ ആ വയോധിക. പക്ഷേ അവരോടും വൈരാഗ്യം തോന്നി ആ നിലയ്ക്ക് കൊലപ്പെടുത്തി എന്ന കാര്യമാണ് അന്വേഷണ സംഘത്തോട് പ്രതി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അശ്വതി. ശരി വിനോദ്, ഒരു കാര്യം കൂടി, അഫാന്റെ അമ്മ ഷെമിയുടെ ആരോഗ്യാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? ആശുപത്രി വിട്ടെങ്കിലും പൂർണ്ണമായും ആരോഗ്യവതിയായോ, അല്ലെങ്കിൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായ മൊഴിയെടുപ്പിനടക്കം അവർ പ്രാപ്തയായിട്ടുണ്ടോ? അവരുടെ ആരോഗ്യനില ഇപ്പോഴും അങ്ങനെ പൂർണ്ണതോതിൽ മെച്ചപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസവും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അഫാനെ കാണണമെന്ന ആഗ്രഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ കൊലപാതകം നടന്ന വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഒരു മാനസിക അവസ്ഥ വെച്ച് അവരെ അവിടെ പാർപ്പിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ബന്ധുക്കൾക്കൊക്കെ ചില കാര്യങ്ങളിൽ എതിർപ്പുകൾ അത് നിലനിൽക്കുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ അരിങ്കൊല നടന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെ അവർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു സാമൂഹ്യ പശ്ചാത്തലം, കുടുംബപരമായ പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. സംരക്ഷിത കേന്ദ്രത്തിലാണ്
ഷമി ഇപ്പോൾ ഉള്ളത്. വിശദമായ ചോദ്യം അല്ലെങ്കിൽ മൊഴിയെടുക്കൽ വേണ്ടി വരും. കാരണം ഈ കൊലപാതകത്തിലേക്ക് പോയ കാര്യങ്ങൾ, അതോടൊപ്പം ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ വ്യക്തത, ഇതെല്ലാം തന്നെ ഷമിയിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസവും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആരോഗ്യ സംഘം അവരെ പരിശോധിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ മരണങ്ങളെ കുറിച്ച് അറിഞ്ഞ ശേഷമുള്ള അവരുടെ മാനസിക നില, അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മാതാവാണ്, തന്റെ ഇളയ മകൻ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മറ്റു പ്രിയപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അവരുടെ മനസ്സിനെ ബാധിക്കുന്നത് വളരെ ഗുരുതരമായി തന്നെയായിരിക്കും. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും മാതാവിന്റെ മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അത് വളരെ വേഗത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. ശരി, വി വിനോദാണ് വിശദവിവരങ്ങൾ നൽകിയത്. മലപ്പുറം കാട്ടുങ്ങലിൽ സ്വർണ്ണ കവർച്ചാ കേസിൽ പരാതിക്കാരനായ ശിവേഷിനെയും സഹോദരൻ ബെൻസിനെയും മഞ്ചേരി പോലീസ് പിടികൂടി. സ്വർണ്ണ കച്ചവടക്കാരനെ ആക്രമിച്ച് 75 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ ഇവരുടെ സഹായമുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കവർച്ച ചെയ്യപ്പെട്ട മുഴുവൻ സ്വർണവും ബെൻസിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഈ കേസിൽ പോലീസ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ശിവേഷ് ഈ ഒരു ജ്വല്ലറിയിലെ ഒരു ജീവനക്കാരനാണ്. ഇയാളും മറ്റൊരു ജീവനക്കാരനും ചേർന്ന് സ്വർണവുമായി മടങ്ങിപ്പോകുമ്പോൾ, കടകൂട്ടി മടങ്ങിപ്പോകുമ്പോൾ രണ്ടുപേർ ബൈക്കിൽ വന്ന് ആക്രമിച്ച് സ്വർണവുമായി പോയി എന്നായിരുന്നു ആദ്യത്തെ പരാതി. ഈ പരാതിയിൽ ആദ്യം പോലീസ് മൊഴിയെടുത്ത് അന്വേഷണം നടത്തുമ്പോൾ തന്നെ ഇതിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് ഈ സംഭവ സമയത്ത് പകർത്തിയ ഒരു മൊബൈൽ ഫോൺ പകർത്തിയ ഒരു ഫോട്ടോ പോലീസിന് ലഭിക്കുകയും അതിൽ ബൈക്ക് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സംഭവത്തിലെ പരാതിക്കാരനായ, അതായത് തൻ്റെ കയ്യിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തു എന്ന് പറഞ്ഞ പരാതിക്കാരനായ ശിവേഷിലേക്ക് തന്നെ അന്വേഷണം നീളുന്നത്. ശിവേഷിൻ്റെ സുഹൃത്ത് ബെൻസ് ആയിരുന്നു ഈ സ്വർണം തട്ടിയെടുത്ത് കടന്നു കളഞ്ഞത്. ഇയാളുടെ വലമ്പൂരിലെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സ്വർണം മുഴുവൻ കണ്ടെടുക്കുകയും ചെയ്തു. കുറച്ചുകൂടി സ്വർണ്ണമുണ്ട് വീണ്ടെടുക്കാനെന്നാണ് പോലീസ് പറയുന്നത്. എന്നാണെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ഏറെക്കുറെ പോലീസിൻ്റെ മണിക്കൂറുകൾ കൊണ്ട് തന്നെ പോലീസിന് നീക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാമ്പത്തിക പ്രയാസങ്ങൾ ഏറെ ഉണ്ടായിരുന്നു ശിവേഷിനും മറ്റുള്ളവർക്കും എന്നൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ അതിന് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് തൻ്റെ സ്ഥാപനത്തിൽ, താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു സ്വർണം മോഷ്ടിക്കാനുള്ള ശ്രമം അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതാണെങ്കിൽ ഇത് സംബന്ധിച്ച് എസ് പിയോ അല്ലെങ്കിൽ മുതിർന്ന ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെയോ വിശദമായൊരു വാർത്താ സമ്മേളനം വിളിക്കാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് 11 മണിയോടെ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുമെന്നാണ് പോലീസ് അറിയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരൊരു സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ആ പ്രതികളെ പിടികൂടി സ്വർണം വീണ്ടെടുക്കാൻ സാധിച്ചു പോലീസിന് എന്നുള്ളതാണ്, മഞ്ചേരി പോലീസിന് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയേണ്ടത്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്നും. ഏറെ ആരാധകരുള്ള വ്ളോഗർ ജുനൈദിന്റെ മരണം കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു. ഈ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് മഞ്ചേരി പോലീസ്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്ത് വന്നിരുന്നു. ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ജുനൈദിനെതിരെ നൽകിയ പീഡന പരാതി യുവതി പിൻവലിച്ചിരുന്നെന്നും പോലീസ് വ്യക്തമാക്കി. വെള്ളിയാഴ്ച വൈകിട്ട് 5:20 ജുനൈദ് അപകടത്തിൽപ്പെട്ടത്. മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരുമ്പോഴായിരുന്നു അപകടം. മഞ്ചേരി തൃക്കലങ്ങോട് മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായത് എന്നാണ് നിഗമനം. റോഡരികിൽ രക്തം വാർന്ന നിലയിൽ കിടന്ന ജുനൈദിനെ ബസ് ജീവനക്കാരാണ് ആദ്യം കണ്ടത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തലയുടെ പിൻഭാഗത്താണ് പരിക്കേറ്റത് എന്ന് പോലീസ് പറഞ്ഞു. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും. ജുനൈദ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നുവെന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ വിളിച്ചറിയിച്ചിരുന്നു. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തും. മരണത്തിൽ ജുനൈദിന്റെ കുടുംബം പരാതി നൽകിയിട്ടില്ല. അതേസമയം സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്തെത്തി. ദുരൂഹതയുള്ള ഒന്നാണ് ഈ മരണമെന്നും ജുനൈദിനെതിരെ ഉണ്ടായിരുന്ന കേസിൽ അയാൾ നിരപരാധിയാണോ എന്ന് ഇനി തെളിയിക്കാൻ കഴിയില്ലെന്നും സനൽകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു.
അറിയപ്പെടുന്ന റീൽസ് താരവും വ്ളോഗറുമാണ് ജുനൈദ്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസിൽ ജുനൈദിനെ നേരത്തെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ പീഡന പരാതി യുവതി പിൻവലിച്ചിരുന്നുവെന്നും കേസ് പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ജുനൈദിന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പ്രാഥമിക നിഗമനമെന്നും പോലീസ് അറിയിച്ചു. വാഹനാപകടത്തിന് കാരണം മദ്യപാനമെന്നാണ് പോലീസിന്റെ നിഗമനം. പോസ്റ്റ്മോർട്ടത്തിൽ ജുനൈദിന്റെ ശരീരത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. രക്തമടക്കമുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം ഇതിന്റെ ഫലം ലഭ്യമാകും. തലക്കേറ്റ പരിക്കാണ് ജുനൈദിന്റെ മരണത്തിന് വഴിയൊരുക്കിയത് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ വിവരം. വാഹനാപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപണമുയർന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൻ സുരക്ഷാ വീഴ്ച. രോഗനിർണയത്തിനായി അയച്ച ശരീരഭാഗങ്ങൾ മോഷണം പോയി. സംഭവത്തിൽ ആക്രി വിൽപ്പനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രി ശേഖരിക്കുന്നയാൾ മാറിയെടുത്തത് എന്നാണ് പോലീസ് പറയുന്നത്. നഷ്ടമായ സാമ്പിളുകൾ തിരികെ ലഭിച്ചതായും നിലവിൽ രോഗികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ ഹൌസ് കീപ്പിംഗ് വിഭാഗം ജീവനക്കാരൻ അജയ്കുമാറിനെ സസ്പെൻഡ് ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പാത്തോളജി വിഭാഗത്തിൽ നിന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം പരിശോധനയ്ക്കയച്ച ശരീരഭാഗങ്ങളാണ് ആക്രിക്കാരൻ മോഷ്ടിച്ചത്. 17 രോഗികളുടെ സ്പെസിമെനാണ് മോഷണം പോയത്. പത്തോളജി ലാബിന് സമീപം രാവിലെ ആംബുലൻസ് ജീവനക്കാർ കൊണ്ടുവച്ച സാമ്പിളുകൾ ആക്രിക്കാരൻ മോഷ്ടിക്കുകയായിരുന്നു. സ്പെസിമെനുകൾ കാണാതെ പോയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രിയാണെന്ന് കരുതിയാണ് ബോക്സ് എടുത്തതെന്നാണ് കസ്റ്റഡിയിലുള്ള ആക്രിക്കാരന്റെ മൊഴി. ശരീരഭാഗങ്ങളാണെന്ന് മനസ്സിലായതോടെ പ്രിൻസിപ്പൽ ഓഫീസിന് സമീപം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകി. നഷ്ടമായ സാമ്പിളുകൾ തിരികെ ലഭിച്ചതായും ഇവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. സാധനം കിട്ടിയിട്ടുണ്ട്. ഒരു 3 മണിയായപ്പോഴാണ് ഞാൻ റൂമർ കേട്ടു. ഞാൻ കൺഫേം ചെയ്യാനായിട്ട് ഇവിടുത്തെ എസ്റ്റേറ്റ് മാനേജറെ വിളിച്ചു ചോദിച്ചു. കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആക്രിക്കാരൻ കൊണ്ടുപോയെന്നും പറഞ്ഞു. അത്ര എനിക്കറിയാമായിരുന്നു. എല്ലാം കിട്ടി. ഇല്ല ഇല്ല ഇല്ല. കാരണം ഫോർമാലിനൊന്നും ഒന്ന് ഫിക്സ് ചെയ്ത് ഒഴിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ടിഷ്യൂ ഒന്നും ഡാമേജ്ഡ് ആവില്ല. രോഗികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ പറയുന്നു. അതേസമയം പരിശോധനയ്ക്കയച്ച സ്പെസിമെനുകൾ കൈകാര്യം ചെയ്യുന്നതിലെ ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഇതിലൂടെ പുറത്തു വന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ലോഡ്ജ് കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന അനാശാസ്യ കേന്ദ്രത്തിൽ റെയ്ഡ്. ലോഡ്ജ് ഉടമ ഉൾപ്പെടെ 7 പേർ അറസ്റ്റിലായി. ഇതര സംസ്ഥാന സ്ത്രീകളെ മാസശമ്പളാടിസ്ഥാനത്തിൽ നിയമിച്ചായിരുന്നു അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. വിക്ടോറിയ കോളേജിന്റെ പരിസരത്തുള്ള ഇന്ത്യൻ ലോഡ്ജിൽ പുലർച്ചെയായിരുന്നു പരിശോധന. വിപുലമായ സംവിധാനങ്ങളോടെയാണ് ഇവിടെ അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതെന്ന വിവരങ്ങളാണ് റെയ്ഡിൽ പുറത്തുവന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യൻ ലോഡ്ജ് കേന്ദ്രീകരിച്ച് അനാശാസ്യം നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്നാണ് റെയ്ഡ് നടത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകളെ കൊണ്ടുവന്ന് പാർപ്പിച്ചാണ് ഈ കേന്ദ്രം നടത്തി വന്നിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. പാലക്കാട് റെയിൽവേ സ്റ്റേഷനടുത്തായി പ്രവർത്തിക്കുന്ന ലോഡ്ജിലും റെയ്ഡ് നടന്നു. 2 ലോഡ്ജുകളുടെയും നടത്തിപ്പുകാരൻ ഒരാളാണ്. ലോഡ്ജ് നടത്തിവന്ന പുതുപ്പരിയാരം സ്വദേശി അമീർ അബ്ബാസ്, അസം സ്വദേശികളായ 4 സ്ത്രീകൾ, അസം UP സ്വദേശികളായ 2 പുരുഷന്മാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് ASP രാജേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ടൗൺ നോർത്ത് ഇൻസ്പെക്ടർ വിപിൻ K വേണുഗോപാൽ, പോലീസ് ഉദ്യോഗസ്ഥരായ ജഗദാംബിക, സതീഷ്, രാജേന്ദ്രൻ, സജീഷ്, അൻസാർ അലി എന്നിവരാണ് റെയ്ഡ് നടത്തിയത്.
ടൗണിൽ മറ്റ് ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അറസ്റ്റിലായ പ്രതികളെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 പാലക്കാട്. മുൻ പങ്കാളി എലിസബത്തിനും മുൻ ഭാര്യ അമൃത സുരേഷിനുമെതിരെ നടൻ ബാല പോലീസിൽ പരാതി നൽകി. യൂട്യൂബർ അജു അലക്സിനെതിരെയും പരാതിയുണ്ട്. സാമൂഹിക മാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നാണ് പരാതി. ഭാര്യ കോകിലയ്ക്കൊപ്പം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ബാല പരാതി നൽകിയത്. സാമൂഹിക മാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നാണ് ബാലയുടെ പരാതി. യൂട്യൂബർ അജു അലക്സുമായി ചേർന്നാണ് ഈ അപവാദ പ്രചാരണം നടത്തുന്നതെന്ന് പരാതിയിൽ പറയുന്നു. അജു അലക്സിന് 50 ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു അജ്ഞാത ഫോൺ കോൾ വന്നിരുന്നു. ഇതിന് വഴങ്ങിയില്ല. അതിന് പിന്നാലെ അപവാദ പ്രചാരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു. ഭാര്യ കോകിലയ്ക്കൊപ്പം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ബാല പരാതി നൽകിയത്. എന്നെയും എൻ കുടുംബത്തെയും ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എന്നன்னா ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ കാശുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ലെവലിലായിപ്പോയി. ഇതൊരു തൊഴിലാണ്, ഇതൊരു ജാബാണ്. ഒരു സെലിബ്രിറ്റി ഒരു പേരെടുത്തിട്ട് ரொம்ப ഡിസ്റ്റർബിങ് ആണല്ലോ. എന്നെ വൈഫ് കോക്കിലാവെ എടിവാടിന്നൊക്കെ വിളിക്കുന്നു. ഇത് എവിടുത്തെ സംസ്കാരം? ഇത് എന്തൊക്കെ ഹറാസ്മെൻറ്റ്. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ വന്ന് പറയുന്നു ഇത്രയും നാളെ എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു? 1.5 കൊല്ലം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മുൻ പങ്കാളി എലിസബത്ത് ബാലയ്ക്ക് നേരെ സാമൂഹിക മാധ്യമങ്ങൾ വഴി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ബാലയും തിരിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു. പിന്നാലെ ബാലയുടെ ഭാര്യ കോകില എലിസബത്തിനെതിരെയും രംഗത്തെത്തി. തുടർന്ന് എലിസബത്ത് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. രാവിലെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും